ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. മന്ത്രമാതൃക പുഷ്പമാലാസ്തവം ദേവിയുടെ 16 ഉപചാരങ്ങള് നമ്മൾ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് 15 ഉപചാരങ്ങളാണ് ദേവിക്ക് കൊടുത്തത് കണ്ടത് അല്ലേ? എന്തൊക്കെയാണ് 15 ഉപചാരങ്ങള്? നമുക്ക് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് 16ാമത്തെ ഉപചാരവും ആ ഒരു സമർപ്പണത്തിലേക്കും പോകാം. ഇന്നിപ്പോ നമ്മൾ ദേവിയുടെ എല്ലാ ഉപചാരങ്ങളും ദേവിക്ക് കൊടുത്ത് അവസാനം ദേവിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് മനോരഥത്തിൽ കയറി നമ്മൾ എത്തിച്ചേർന്നു അല്ലെ? ഗുരുവിന്റെ കൂടെ ശങ്കര ഭഗവത് പാദർ എന്ന് പറയുന്ന ലോക ഗുരുവായിരിക്കുന്ന ജഗത് ഗുരുവായിരിക്കുന്ന ആദിശങ്കര ഭഗവത് പാദർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ദേവി ഇരിക്കുന്ന സ്ഥലം. തിരമാലകൾ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന അമൃത ദ്വീപ മധ്യത്തില് ദേവി ഇരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അവിടെ മണിദ്വീപില് കൽപ്പകവാടിക കദംബവനങ്ങളാൽ ചുറ്റപ്പെട്ട് രത്നത്തൂണുകളാൽ നിർമ്മിതമായിരിക്കുന്ന 1000 കൽ മണ്ഡപത്തില് ശ്രേഷ്ഠമായിരിക്കുന്ന ഉയർന്ന വിമാനത്തില് ചിന്താമണി രത്ന സിംഹാസനം നമ്മൾ ഭാവന ചെയ്തു. അവിടെ ചെന്ന് അമ്മയെ കണ്ടു, അമ്മയെ ക്ഷണിച്ചു നമ്മുടെ കൂടെ വരാനായിട്ട് അല്ലെ, മാനസ പൂജയ്ക്ക് വേണ്ടി. ദേവി രണ്ടാമതായിട്ട് ദേവി ധ്യാനം, അതാണ് ഏറ്റവും വളരെ മനോഹരമായിരിക്കുന്ന ഒരു ധ്യാനമാണ് ഈ മന്ത്രമാതൃക പുഷ്പമാല സ്തവത്തിലുള്ളത്. എന്താണ്? ഏണാങ്കാനല ഭാനുമണ്ഡല ലസത് ശ്രീചക്രമധ്യേ സ്ഥിതാം ബാലാർക്കദ്യുതി ഭാസുരാം കരതലൈ പാശാങ്കുശൗ ബിപ്രതീം ബാണം ചാപമഭി പ്രസന്നവദനാം കൗസുംഭ വസ്ത്രാന്വിതാം താം ത്വാം ചന്ദ്രകലാവതം സമകുടാം ചാരുസ്മിതാം ഭാവയെ. ഈ ധ്യാനം വളരെ മനോഹരമാണ്. നമുക്കിത് കാണാതെ പഠിച്ച അമ്മയെ ഇങ്ങനെ ധ്യാനിക്കാം. അമ്മയ്ക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ധ്യാനമാണെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ദേവിക്ക് നമ്മള് ആ ധ്യാന ശ്ലോകത്തിൽ കണ്ട ദേവിയെ തന്നെ നമ്മള് അതേ രീതിയിൽ നമ്മള് വിളിച്ചു. നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന, നമ്മുടെ ശ്രീപുരത്തിരിക്കുന്ന ആ ഒരു ചിന്താമണി ഗ്രഹത്തിൽ ഇരിക്കുന്ന ദേവിയെ നമ്മള് ആ ഒരു ചിന്താമണി സിംഹാസനത്തില് ആസനസ്ഥയാക്കി. എന്നിട്ട് നമ്മൾ ദേവിക്ക് ഓരോന്നായിട്ട് ഉപചാരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് അല്ലെ, കുങ്കുമ ചന്ദനാദികളോട് കൂടിയ ജലം കൊണ്ട് പാദ്യം, അർഘ്യം, ആചമനീയം, അങ്ങനെ ആചമനീയം കൊടുക്കുകയാണ്, കൽപ്പിച്ചു കൊടുക്കുകയാണ് അല്ലെ, മനസ്സുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ ആചമിക്കുക, 3 പ്രാവശ്യം കുടിക്കുക, തത്വശോധനം എന്നൊക്കെ പറയും. അപ്പൊ ശുദ്ധജലം കൊണ്ട് സ്നാനം സമർപ്പിക്കുന്നു. അടുത്തത് പിന്നെ എന്താ ചെയ്തത്? അടുത്ത ഉപചാരം സ്നാനമാണ്, അഭിഷേകം സ്നാനമാണ് ചെയ്തത്. യോഗി ജനങ്ങളുടെ ആ ഒരു പ്രത്യക്ഷ ലക്ഷ്യമായിരിക്കുന്ന ദേവിക്ക് കുങ്കുമം, ചന്ദനം, കർപ്പൂരം ഇവ ചേർന്ന ഗംഗാജലം കൊണ്ടും പശുവിൻ പാല്, കരിക്കിൻ വെള്ളം തുടങ്ങിയ കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്തു. അവസാനം ശുദ്ധജല സ്നാനം സമർപ്പിച്ചു. അടുത്തതായിട്ട് ശ്രീവിദ്യാ മന്ത്ര സ്വരൂപിണിയായിരിക്കുന്ന ദേവിക്ക് മേരുപർവ്വതത്തിൽ നിന്ന് കിട്ടിയ രത്നങ്ങള് പതിച്ച അംഗവസ്ത്രം അല്ലെ, നല്ല പൊന്നൂലില് നെയ്ത പട്ടുവസ്ത്രങ്ങള്, സ്വർണ്ണ നൂല് കൊണ്ടുള്ള യജ്ഞോപവീതത്തില് മുത്തുകള് കോർത്ത് യജ്ഞങ്ങളെല്ലാം സ്വീകരിക്കുന്ന അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് യജ്ഞോപവീതം. അതും കൊടുത്തു അല്ലെ. അപ്പൊ അമ്മ എന്താ പറയാ, ആ ഒരു ഉപചാരങ്ങളെല്ലാം തന്നെ അമ്മ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് അല്ലെ. മന്ത്രാക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അടുത്തത് മഹാദേവന്റെ ഉള്ളില് നിത്യവാസം ചെയ്യുന്ന ദേവിക്ക് ഇനി ആഭരണങ്ങൾ സമർപ്പിക്കുന്നതാണ്. നവരത്ന കിരീടം, അതില് അഷ്ടമി ചന്ദ്രക്കല, ചൂടാമണി, മണികുണ്ടലങ്ങള്, രത്നമൂക്കൂത്തി, അധരയാവകം, കണ്ഠഭൂഷണം, മംഗല്യത്താലി, രത്നങ്ങൾ പതിച്ച മാലകള്, പുലിനഖമാല, നാഗപടത്താലി, കാശുമാല, എന്ത് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം അമ്മയ്ക്ക് വേണ്ടി അല്ലെ. മുത്തുമാലകള്, അങ്കദങ്ങള്, സ്വർണ്ണ കേയൂരങ്ങള്, കാഞ്ചിധാമം, സ്വർണ്ണ പാദസരം, പാദാംഗുലിയങ്ങള് തുടങ്ങിയ എല്ലാം, അങ്ങനെ എല്ലാം സർവാഭരണ ഭൂഷിതയായിരിക്കുന്ന അമ്മയെ അല്ലെ നമ്മൾ അങ്ങനെ വേണം കാണാൻ. സർവാഭരണ ഭൂഷിതായി നമ. മനോഹരമായിരിക്കുന്ന അമ്മയുടെ രൂപം കണ്ണെടുക്കാൻ പറ്റാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ. സന്തോഷവതിയായിരിക്കുന്ന അമ്മ ചാരുസ്മിതം പൊഴിച്ചുകൊണ്ട് എല്ലാ ആഭരണങ്ങളും ധരിച്ച് സന്തോഷവതിയായിട്ടിരിക്കുന്ന രൂപം നമ്മുടെ ഹൃദയത്തിൽ എന്നും മായാതെ നിൽക്കട്ടെ. അടുത്തതോ അമ്മയുടെ മിന്നൽ പിണർ പോലെ ശോഭിക്കുന്ന മന്ത്രശരീരത്തിൽ പുരട്ടുവാൻ സുഗന്ധ ലേപനങ്ങൾ കൊടുക്കുകയാണ്. കുറിക്കൂട്ടുകള്, നെറ്റിയില് കസ്തൂരി പൊട്ട്,
ആ കവിൾത്തടങ്ങളില് നെറ്റിയിലൊക്കെ ഗോരോചനം, കണ്ണുകളില് ദിവ്യാഞ്ജനം, കണ്ടത്തില് മൃഗനാഭി പങ്കം എല്ലാം സമർപ്പിക്കുകയാണ്. അടുത്തത് അമ്മയ്ക്ക് പൂക്കളെ കൊണ്ട് ഉള്ള അഭിഷേകം, പൂക്കള് നമ്മൾ സമർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? പ്രകൃതിയിൽ നിന്ന് കൊടുക്കുന്ന, അമ്മ പ്രകൃതി സ്വരൂപിണിയാണ്. അമ്മയ്ക്ക് പുഷ്പമാലകൾ സമർപ്പണമാണ് ഇനി അടുത്തത്. കൽഹാരം, ഉൽപ്പലം, മല്ലിക, മരുവകം, സ്വർണപങ്കജം, ജാതി, ചമ്പകം, മാലതി, മുല്ല, കേതകി തുടങ്ങി ദേവപുഷ്പങ്ങള് ഏറ്റവും മനോഹരമായിരിക്കുന്ന സുഗന്ധപൂരിതമായിരിക്കുന്ന പുഷ്പങ്ങളാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള സുഗന്ധ പുഷ്പങ്ങള്, പൊരുത്ത മാലകള് അമ്മയ്ക്ക് തലമുടിയിൽ അണിയണം, കൈകളിൽ കെട്ടണം, അല്ലെ? ആ ഒരു കാൽപാദങ്ങളില് എല്ലാം ധരിക്കാനായിട്ട് നമ്മള് ദേവിക്ക് പുഷ്പമാലകൾ സമർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് കാമാരിയായിരിക്കുന്ന മഹാദേവനെ പോലും മോഹിപ്പിക്കുന്ന ദേവിയുടെ അംഗലാവണ്യം, ആ ഒരു എന്താ പറയാ, വിവരിക്കാൻ സാധ്യമല്ല മനുഷ്യനെ കൊണ്ട്. അപ്പൊ ദേവിയുടെ ദേവിയുടെയും മഹാദേവന്റെയും ലീലാഗൃഹം സുഗന്ധപൂരിതമാക്കാനായിട്ട് ധൂപം സമർപ്പിക്കുകയാണ്. അടുത്ത ഉപചാരം ധൂപം സമർപ്പയാമി. അപ്പൊ ഗന്ധം, പുഷ്പം, ധൂപം. ഇനി ദീപമാണ്. ദീപം സമർപ്പിക്കലാണ്. ദേവിയുടെ ചിന്താമണി ഗ്രഹത്തിൽ ആയിരക്കണക്കിന് ദീപലക്ഷ്മിമാര് അവരുടെ കയ്യിൽ സ്വർണ്ണ വിളക്കില് ആ ഒരു നെയ് ഒഴിച്ച് ദീപം തെളിയിച്ച് നമ്മൾ ദേവിക്കായിട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു ചുറ്റുവിളക്ക് സമർപ്പിക്കുകയാണ് അമ്മയ്ക്ക്. ദീപം കഴിഞ്ഞാൽ നൈവേദ്യമാണ്. നൈവേദ്യ സമർപ്പണമാണ്. ഇപ്പൊ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ തളികയില് വിവിധങ്ങളായിട്ടുള്ള ചിത്രാന്നങ്ങള് നമ്മള് ദേവിക്കായിട്ട് ഒരുക്കി വെക്കുന്നു. നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, നമുക്ക് ഇഷ്ടമുള്ളത്, ദേവിക്ക് ഇഷ്ടമുള്ളത്, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മയ്ക്ക് ഇഷ്ടമാണ്. ദദ്യാന്നം, ക്ഷീരാന്നം, കടുംപായസം, ഹരിദ്രാന്നം, തേന്, ശർക്കരയൊക്കെ ചേർത്ത പഞ്ചാമൃതം, വട, അല്ലെ? അതിന്റെ കൂടെ ധാരാളം ഫലവർഗ്ഗങ്ങള്, വാഴപ്പഴം, മുന്തിരിപ്പഴം, സീതപ്പഴം, മോദകം, ചുണ്ടല്, ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന അനേക ഭക്ഷ്യവസ്തുക്കള് അമ്മയ്ക്ക് ആ സ്വർണ്ണ താമ്പാളത്തിൽ നിരത്തി വെച്ചു. അമ്മ കഴിക്കൂ എന്ന് പറയാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണോ ഇഷ്ടം കൂടുതൽ അത് ആദ്യം കഴിക്കുക. എല്ലാത്തിൽ നിന്നും അമ്മ രുചി നോക്കുന്നു എന്ന് നമ്മൾ ഭാവന ചെയ്യാണ്. അത് കഴിഞ്ഞ് അമ്മയുടെ ഭക്ഷണം കഴിഞ്ഞു. ഇനി എന്താണ്? സുഗന്ധ താമ്പൂല സമർപ്പണമാണ്, അല്ലെ? രത്നങ്ങൾ പതിച്ച വലിയ താമ്പാളത്തില് ആ ഒരു ഇളം തളിർ വെറ്റില, അതിൽ സുഗന്ധപ്പാക്ക, പച്ചക്കർപ്പൂരം, ഏലക്ക, ഗ്രാമ്പു, ചുണ്ണാമ്പ്, തേനൊക്കെ ചേർത്ത് ചുരുട്ടി ആ ഒരു ബ്രഹ്മവിദ്യാ സ്വരൂപിണിയായ അമ്മ ഇത് സ്വീകരിക്കൂ. താമ്പൂലം ബ്രഹ്മവിദ്യയുടെ പ്രതീകമാണ്, അല്ലെ? അപ്പൊ അമ്മയ്ക്ക് നമ്മള് താമ്പൂലം സമർപ്പിച്ചു. ഇനി എന്താണ്? കർപ്പൂര ആരതിയാണ്. കന്യകാ രത്നങ്ങള് കർപ്പൂര ആരതി വാദ്യ താള മൃദംഗ ഘോഷങ്ങളോട് സമർപ്പിക്കുകയാണ്. ശ്രദ്ധാഭക്തികളോടെ ചെയ്യുന്ന ദീപാരാധന അമ്മ സ്വീകരിച്ചാലെന്ന് പറഞ്ഞു. ഇനി എന്താണ് അടുത്തതായിട്ട്? ഈ കർപ്പൂര ആരതി കഴിഞ്ഞപ്പോ മഹാലക്ഷ്മി എന്താണ് ദേവിക്ക് കൊടുക്കുന്നത്? വെളുത്ത പട്ടുകൊണ്ടുണ്ടാക്കിയ ആ നല്ല മുത്തുകൾ പതിച്ച, അനേക മുത്തുകൾ പതിച്ച പെൺകൊറ്റക്കൊട പിടിക്കാനായിട്ട് ആ മഹാലക്ഷ്മി ദേവി ഓടി വന്നിരിക്കുകയാണ് അമ്മയുടെ അടുത്ത്, അല്ലെ? ഇന്ദ്രാണിയും രതിയും ചാമരം വീശുന്നു. വളരെ മനോഹരമായ ഒരു ദൃശ്യം നമ്മൾ മനസ്സിൽ കാണണം. ഇത് സരസ്വതി ദേവി വീണ വായിക്കുന്നു. ദേവസ്ത്രീകള്, അപ്സരസുകള് തുടങ്ങിയവര് മനോഹരങ്ങളായിട്ടുള്ള നൃത്തങ്ങള് ദേവിയുടെ ആനന്ദത്തിനായിട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ ശ്രീങ്കാര ത്രയ മന്ത്രസ്വരൂപിണിയായ ദേവിയെ ആർക്കാണ് സ്തുതിക്കാൻ സാധിക്കുന്നത്? അല്ലെ? ആ പറയുന്ന വാക്കെല്ലാം അവിടുത്തെ സ്തുതികളാവട്ടെ. അടുത്ത ശ്ലോകം പറയാൻ പോവാണ്. പറയുന്ന വാക്കുകളെല്ലാം അവിടുത്തെ സ്തുതികളാകട്ടെ. സഞ്ചാരങ്ങളെല്ലാം പ്രദക്ഷിണങ്ങളാകട്ടെ. ശയനങ്ങളെല്ലാം നമസ്കാരങ്ങളായിട്ട് ഭവിക്കട്ടെ. അമ്മ സന്തോഷം മാത്രമാണ് എന്റെ ലക്ഷ്യം. അമ്മ സന്തോഷിക്കണം, അല്ലെ? അമ്മ സന്തോഷിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സന്തോഷമാണ് ഇതിൽ കൂടെ നടക്കുന്നത്, അല്ലെ? ഇപ്പൊ 3 ലോകങ്ങള്, 3 ശരീരങ്ങള് കൊണ്ട് ഞാൻ എന്താ, എന്റെ ഈ ശരീരം അമ്മയ്ക്ക് പ്രദക്ഷിണങ്ങളായിട്ട് തീരട്ടെ. പ്രദക്ഷിണം വയ്ക്കുന്നു. 16-ാമത്തെ ശ്ലോകം. ഈ മന്ത്രാക്ഷരം കൊണ്ട് ആരാണോ ഗിരിസുതയെ പൂജിക്കുന്നത്, ആ ദേവി മനസ്സുകൊണ്ട് പൂജിക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത്, ജന്മത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദേവി ഉപാസകരെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിക്ക് മനസ്സുകൊണ്ടെങ്കിലും ഇത് കേൾക്കാനോ സമർപ്പിക്കാനോ സാധിക്കുന്നത്, അവന്റെ മനസ്സാകുന്ന മണ്ഡപത്തിൽ ദേവി നൃത്തം ചെയ്യുന്നു. അവന്റെ വദനത്തില് സരസ്വതി ദേവിയും ഭവനത്തില് ലക്ഷ്മി ദേവിയും നൃത്തം ചെയ്യുന്നു എന്ന് 16-ാമത്തെ ശ്ലോകം പറയുന്നു. ഈ മാനസ പൂജ സന്ധ്യാസമയം ഏത് സന്ധ്യയ്ക്കും ചെയ്യാം. പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, എപ്പോ വേണമെങ്കിലും ഇത് ചെയ്യാം. അവര്
അവരിൽ നിന്ന് ദേവി ഒരിക്കലും വിട്ടുപോകുന്നില്ല. ലോകമുള്ളിടത്തോളം കാലം സത്യസങ്കല്പനായിരിക്കുന്ന ശങ്കര ഭഗവത്പാദരുടെ ഈ മന്ത്രമാതൃക പുഷ്പമാലാസ്തവം സഹൃദരായിരിക്കുന്ന ഭക്ത കവികളെ ആനന്ദിപ്പിക്കട്ടെ എന്ന് പറയാണ്. നമ്മൾ ഇന്നലെ 15 ശ്ലോകമാണ് കണ്ടത്. 14 ശ്ലോകം കണ്ടു. 15-ാമത്തെ ശ്ലോകത്തിലോട്ട് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് അത്? കുറച്ചുകൂടെ ദേവിയുടെ മന്ത്ര ശരീരത്തെ പറയുന്നതായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കാണാനായിട്ട് പോവാണ്. എന്താണ്? ക്രീംകാരത്രയ സമ്പുടേന മനുനോപാസ്യേ ത്രയീ മൗലിഭിർ വാക്യേർലക്ഷ്യതനോ തവ സ്തുതി വിധൗ കോവാ ക്ഷമേതാംബികേ സല്ലാപസ്തുതയഃ പ്രദക്ഷിണശതം സംചാര ഏവാസ്തുതേ സംവേശോ മനസാ സുഭദ്രമഖിലം ത്വത്പ്രീതയേ കൽപ്യതാം. ക്രീംകാരത്രയമടങ്ങിയ ദിവ്യ മന്ത്രത്താൽ ഉപാസിക്കപ്പെടേണ്ടവളും ഉപനിഷത്ത് വാക്യങ്ങളുടെ ലക്ഷ്യമായിരിക്കുന്ന തിരുവിടലോട് കൂടിയവളുമായിരിക്കുന്ന അവിടത്തെ സ്തുതിക്കുന്നതിന് ആരാണ് സമർത്ഥരായി തീരുന്നത്? അപ്പൊ പറയുന്നതെല്ലാം തന്നെ നിന്തിരുവടിയ സ്തുതിയായിട്ടും സഞ്ചാരമെല്ലാം പ്രദക്ഷിണ ശതങ്ങളായിട്ടും ശയനങ്ങൾ നമസ്കാരങ്ങളായിട്ടും ഭവിക്കട്ടെ, അവിടുന്ന് പ്രീതയായാലും. ഇതാണ് ഇതിന്റെ വാക്യാർത്ഥം. ഹ്രീങ്കാരത്രയം അടങ്ങിയ ദിവ്യ മന്ത്രത്താൽ ഉപാസിക്കപ്പെടേണ്ടവൾ അല്ലെ? അപ്പൊ ഉപനിഷത്ത് വാക്യങ്ങളുടെ ലക്ഷ്യമായ തിരുവുടലുള്ളവൾ. അപ്പൊ അവിടത്തെ സ്തുതിക്കുന്നതിന് ആർക്കാണമ്മ സമർത്ഥമായി തീരുന്ന? ആർക്ക് സാധിക്കും അമ്മയെ സ്തുതിക്കാൻ എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നത്? അമ്മയുടെ 51 അക്ഷരം കൊണ്ട് പറയുന്ന വാക്കുകളെല്ലാം അമ്മയ്ക്കുള്ള സ്തുതികളായിട്ട് തീരട്ടെ. സഞ്ചാരമെല്ലാം ശതങ്ങളായിട്ട് തീരട്ടെ. ശയനങ്ങൾ നമസ്കാരങ്ങളായിട്ട് ഭവിക്കട്ടെ. അവിടുന്ന് പ്രീതിയായിട്ട് തീർന്നാലും. അല്ലാതെ പ്രത്യേകിച്ച് അമ്മയെ സ്തുതിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ജഗദംബികയായിരിക്കുന്ന അമ്മയെ സ്തുതിക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് നമ്മൾ എന്താ ചെയ്യുന്ന? പൂജയുടെ അവസാനമുള്ള സമർപ്പണ ശ്ലോകമാണിത്. കാരണം ഈ 15-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് സമർപ്പണ ശ്ലോകമായിട്ട് നമുക്ക് എടുക്കാം. കാരണം എല്ലാ പൂജകൾക്കും അവസാനം എന്താണ്? സമർപ്പണം ഉണ്ടല്ലേ? കാരണം പൂജാ സമർപ്പണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വിഷ്ണു പൂജയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ സമർപ്പിക്കുന്നത്? കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇങ്ങനെ സമർപ്പിക്കണം. കാരണം നമുക്ക് ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ട്? ഈ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെ? അത് നമ്മൾ സമർപ്പണം തിരിച്ച് ഈശ്വരന് കൊടുക്കുകയാണ്. നമ്മുടെ മന്ത്രത്തിന്റെ ജപങ്ങളെല്ലാം തന്നെ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് എപ്പോഴും അവിടെ മൂല്യമുള്ളതായിട്ടിരിക്കും. നമ്മുടെ കയ്യിലിരുന്നാലോ നമ്മുടെ മൂല്യമുള്ള വസ്തു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഈശ്വരനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് മൂല്യമുള്ളതായിട്ട് തീരും, മൂല്യവത്തായിട്ട് തീരും. അപ്പൊ ശിവപൂജയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ സമർപ്പിക്കുന്നത്? കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ സ അപരാധം വിഹിതം അവിഹിതം വാ സർവമേത ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. അവിടെ നമ്മൾ ശിവൻ ഇങ്ങനെ സമർപ്പിക്കും അല്ലേ? ഇവിടെ നമ്മൾ സമർപ്പിക്കാൻ പോകുന്ന ആർക്കാ? ദേവിക്കാണ്. ദേവിക്കുള്ള പൂജാ സമർപ്പണമാണ് 15-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അനന്ത കോടി പ്രദക്ഷിണ നമസ്കാരം സമർപ്പയാമി എന്ന് പറഞ്ഞ് 3 പ്രദക്ഷിണങ്ങൾ ദേവിക്ക് വെക്കുകയാണ്. പൂജ അവസാനം നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രദക്ഷിണം അല്ലെ? പ്രദക്ഷിണം. എന്താ ഈ പ്രദക്ഷിണം? 3 പ്രദക്ഷിണങ്ങൾ എന്ന് പറയുന്നത് 3 ലോകങ്ങള്, 3 ശരീരങ്ങള്, ഇവ കൊണ്ട് ദേവിക്ക് പ്രദക്ഷിണം ചെയ്യുക. നമുക്കറിയാം ഗായത്രി മന്ത്രത്തിന്റെ 3 തലങ്ങളിലെ ഭൂർ ഭുവ സ്വ. 3 ലോകങ്ങള് നമ്മുടെ ഉള്ളിൽ എന്താ? ജാഗ്രത സ്വപ്ന സുഷുപ്തിയായിട്ടുണ്ട്. നമുക്ക് 3 ശരീരങ്ങളുണ്ട്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങള്. ഇതെല്ലാം കൊണ്ട് ദേവിക്ക് പ്രദക്ഷിണം ചെയ്യുന്നു. അഖിലം ത്വൽ പ്രീതയെ കൽപ്യതാം. മുഴുവനും അമ്മയുടെ പ്രീതിക്കായിക്കൊണ്ട് കൽപ്പിക്കുന്നു. അമ്മ സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. ആദ്യത്തെ 2 വരി ദേവിയെ സംബോധന ചെയ്യുന്നതാണ്. ആദ്യത്തെ നാമം എന്താണ്? ക്രീംകാര ത്രയ സമ്പുടേന മനുനോപാസ്യതേ. വളരെ എന്താ പറയാ അർത്ഥവത്തായിട്ടുള്ള ഒരു സംബോധനയാണ് ദേവിയുടെ. ക്രീംകാരത്രയ സമ്പുടേന മനുനോപാസ്യതേ. ക്രീംകാരത്രയം എന്ന ദേവിയുടെ പഞ്ചദശാക്ഷരി മന്ത്രം അല്ലെ? അതിൽ വരുന്ന 3 ഹ്രീംകാരങ്ങൾ, 3 കൂടങ്ങളുടെ അവസാനത്തെ ബീജമായിരിക്കുന്ന ക്രീംകാരത്രയം, 3 ഹ്രീംകാരങ്ങൾ. അപ്പൊ ഇതിനെ കൊണ്ട് മനനോപാസ്യേ എന്ന മന്ത്രം കൊണ്ട് പഞ്ചദശാക്ഷരി മന്ത്രം കൊണ്ട് ഉപാസിക്കപ്പെടുന്ന അല്ലയോ ദേവി.
അപ്പൊ ദേവിക്ക് ഒറ്റ മന്ത്രമേ ഉള്ളൂ അല്ലേ? അമ്മയ്ക്ക് വേറെ മന്ത്രങ്ങളൊന്നുമില്ല. അമ്മയെ ഉപാസിക്കണമെങ്കിൽ എന്ത് വേണം? ഈ 15 അക്ഷരങ്ങൾ കൊണ്ട് മാത്രമേ അമ്മയെ ഉപാസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 15ാമത്തെ ശ്ലോകത്തില് 15ാമത്തെ ഹ്രീംകാരം കൊണ്ടാണ് ഈ ശ്ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സമർപ്പണം എന്ന് പറയുന്നത്. ഇവിടെ 15ാമത്തെ ശ്ലോകം തുടങ്ങിയത് ഹ്രീംകാരം കൊണ്ടാണ് അല്ലെ? അപ്പൊ ഈ ശ്ലോകം തുടങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദേവിയെ ത്രയി, 3 ഹ്രീംകാരങ്ങൾ. അപ്പൊ ഇതിൽ അവസാനത്തെ ഹ്രീംകാരം കൊണ്ട് 15ാമത്തെ ശ്ലോകം തുടങ്ങിയിരിക്കുന്നു. ത്രയി മൗലിഭിർവ കൈ മൗലിഭിർവ കൈ ലക്ഷ്യതനോ എന്നാണ് പറയുന്നത് അല്ലെ? ദേവിയുടെ വേറൊരു സംബോധനയാണിത്. ത്രയി മൗലി. ത്രയി മൗലി എന്നാൽ എന്താ പറയുന്നത്? വേദങ്ങൾ. അപ്പൊ വേദങ്ങള് മൗലി എന്ന് പറഞ്ഞാൽ ശിരസ്. അപ്പൊ വേദശിരസ് എന്ന് അർത്ഥം. ത്രയി എന്ന് പറഞ്ഞാൽ എന്താ? വേദങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ വേദശിരസ് എന്നാൽ വേദാന്തം. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഉപനിഷത്തുക്കൾ തന്നെ. അപ്പൊ ഉപനിഷത്ത് വാക്യ ലക്ഷ്യതനോ. തനു എന്ന് പറഞ്ഞാൽ ശരീരം, സ്വരൂപം. ദേവിയുടെ ശരീരം എന്നത് ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ എന്താണ് ഉപനിഷത്ത് വാക്യങ്ങള്? സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ അല്ലെ? നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ. പിന്നെന്താ പ്രധാനപ്പെട്ട ചില ഉപനിഷത്ത് വാക്യങ്ങൾ? അഹം ബ്രഹ്മാസ്മി, തത്വമസി. പിന്നെയോ പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മത്തിനെ കാണിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട വേറൊരു ഉപനിഷത്ത് വാക്യാണ് യഥോവ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാനാതി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി അല്ലെ? തത് വിജിജ്ഞാസ്വ തത് ബ്രഹ്മേതി. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ. കാരണം എവിടുന്നാണോ വരുന്നത്, എവിടെയാണോ നിലനിൽക്കുന്നത്, എവിടെയാണോ തിരിച്ചു പോകുന്നത്, അപ്പോ അത് ബ്രഹ്മമെന്നറിഞ്ഞാലും വിജിജ്ഞാസ്വസ്വഹ എന്ന് പറഞ്ഞാൽ അത് അറിയൂ, അത് ബ്രഹ്മം എന്നറിയൂ. ഇങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ബ്രഹ്മത്തെ ലക്ഷീകരിക്കുന്ന വാക്കുകളാണ്. അപ്പൊ നമ്മള് ബ്രഹ്മം എന്നാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അല്ലെ? നമ്മൾ മനസ്സിലാക്കുന്ന ബ്രഹ്മം എന്താണ്? അപ്പോ ഈ മന്ത്രങ്ങളിലൂടെയാണ് നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ ഏതോ വാചോ നിവർത്തന്ത എന്നൊക്കെ പറഞ്ഞ മനസ്സിനും വാക്കിനും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ബ്രഹ്മസ്വരൂപം. അപ്പൊ ബ്രഹ്മസൂചകങ്ങളാണ്. അത് തന്നെയാണ് ദേവിയെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ് എന്ന് പറയുന്നു. അതാണ് മൗലിഭിർ വാക്യർ ലക്ഷ്യതനോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവിയുടെ ശരീരം എങ്ങനെ ലക്ഷീകരിക്കാം എന്ന് ചോദിച്ചാൽ ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ട് ലക്ഷീകരിക്കാം. ഉപനിഷത്ത് വാക്യ പൊരുളാണ് ദേവി. അപ്പൊ വേദാന്തമായ വിഷയമാണ് ദേവി അല്ലെ? തവ സ്തുതി വിധൗ ക്ഷമേതാംബികെ. അല്ലയോ അംബികെ, എന്റെയും എല്ലാവരുടെയും മാതാവായിട്ടുള്ള അല്ലയോ ദേവി. തവ സ്തുതി വിധൗ, അവിടത്തെ സ്തുതിക്കുന്നതില് ക്ഷമേതാംബികെ, ആര് ശക്തനാകും? ആരാണ് അമ്മയെ കുറിച്ച് പറയാൻ ഇന്ന് ഈ ലോകത്ത് ജനിച്ചിട്ടുള്ളവർക്ക് ആർക്കാ പറ്റുന്നത്? ക്ഷമേതാം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ, സാമർഥ്യമുള്ളവനായി തീരുന്നത് ആർക്ക് സാധിക്കും? ആർക്കും സാധ്യമല്ല എന്നർത്ഥം. കാരണം ആർക്കും സാധ്യമല്ല. കാരണം ദേവി എന്താ? ത്രയി മൗലിഭിർ വാക്യർ ലക്ഷ്യതനോ ആണ്. ഉപനിഷത്ത് പറയുന്നു യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസ്സ് സഹ എന്നല്ലേ? എവിടെയാണോ വാക്കും മനസ്സും ലക്ഷ്യത്തെ പ്രാപിക്കാതെ മടങ്ങുന്നത്, അതാണ് ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വത്തെ ഇതുവരെ വേദം പോലും നിർവചിച്ചിട്ടില്ല. അപ്പൊ വേദത്തെ നിർവചിക്കാൻ ആർക്കും സാധ്യമല്ല, അനിർവചനീയമാണ് അതല്ലേ? അത് തന്നെയാണ് ദേവി. ആ ദേവിയെ സ്തുതിക്കാൻ ആർക്ക് ശക്തി ഉണ്ടാകും എന്ന് ചോദിക്കുകയാണ്. സൗന്ദര്യ ലഹരിയിൽ ആദ്യത്തെ ശ്ലോകത്തിലും ഭഗവത്പാദർ ഇത് പറയുന്നില്ലേ? ത്രിമൂർത്തികൾക്ക് പോലും സ്തുതിക്കാൻ പറ്റാത്ത അമ്മയുടെ അകൃതങ്ങളായിരിക്കുന്ന പുണ്യങ്ങൾ ഇല്ലാത്ത ഞാൻ എങ്ങനെ സ്തുതിക്കുന്നു ചോദിക്കുകയാണ്. അകൃത പുണ്യാത്മാക്കളായ ഇല്ല, അകൃത പുണ്യന്മാരായ ആർക്കാണ് ദേവിയെ സ്തുതിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് തവ സ്തുതി വിധൗ ക്ഷമേതാംബികെ. ഞാൻ ഇവിടെ എല്ലാം സമർപ്പിക്കുന്നു അമ്മ. എനിക്കിതിനൊന്നും കഴിയില്ല, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം തന്നെ അമ്മ സ്തുതികളായിട്ട് എടുക്കണേ. ദേവി അവിടുന്ന് അക്ഷരസ്വരൂപിണിയല്ലേ? അപ്പോ സല്ലാപസ്തുതയഹ, എന്റെ സല്ലാപങ്ങള്, അതായത് എന്റെ വാക്കുകള്, ഞാൻ സംസാരിക്കുന്നത് എല്ലാം സ്തുതികളായിട്ട് ത്വൽപ്രീതയെ കൽപ്യതാം, അമ്മയുടെ പ്രീതിക്കായിട്ട് സ്വീകരിച്ചാലും. അപ്പൊ അമ്മയെ സ്തുതിച്ച് തീർക്കാൻ ആർക്കും സാധ്യമല്ല. സ്തുതിക്കാനോ പറയാനോ ഒന്നും ആർക്കും സാധ്യമല്ല എന്നർത്ഥം.
എന്റെ സല്ലാപങ്ങള് എല്ലാം തന്നെ എന്ത് വേണം? അമ്മയുടെ സ്തുതിയായിട്ട് സ്വീകരിക്കണം. അതിന്റെ അർത്ഥം എന്താ? ദേവിയുടെ വർണ്ണനകളാകട്ടെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകളും. കാരണം ഇവിടെ എല്ലാം ദേവിയാണ്, പ്രപഞ്ച സ്വരൂപിണിയാണെന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതും എല്ലാം എന്താ? അമ്മയുടെ സ്വരൂപങ്ങളാണ് അല്ലേ? അപ്പൊ ആരെ കുറിച്ച് പറഞ്ഞാലും എന്താണ്? അമ്മയെ സ്തുതിക്കുന്നതാണ്. അപ്പൊ പറയുന്നതൊക്കെ ദേവി മഹിമകളാകട്ടെ. ബോധപൂർവം പറയുമ്പോൾ അഹങ്കാരം ഉയർന്നു വരികയില്ല. നമ്മളെ എല്ലാം അമ്മയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സ്തുതിക്കുമ്പോൾ നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും ഇല്ലേ? നമ്മളെ സ്തുതിക്കുമ്പോഴോ നമ്മൾ ആരെങ്കിലും സ്തുതിക്കുമ്പോഴോ. ഇവിടെ അമ്മയാണെന്ന് കണ്ടാലോ നമ്മളെല്ലാം സന്തോഷത്തോടെ സമർപ്പണ ബുദ്ധിയോടെ നമ്മൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വാക്കുകളിൽ അഹം അഹം എന്ന ആ ഒരു ഭാവം വരുന്നത് കൊണ്ടാണ് ശത്രുത ഉണ്ടാവുന്നത്. അപ്പൊ പ്രാകൃതന്മാർക്ക് സംഭാഷണങ്ങളിൽ തന്നെ ഉയർത്തി കാണിക്കാൻ, മറ്റുള്ളവരെയൊക്കെ ഒന്ന് താഴ്ത്താൻ ശ്രമിക്കും ഇല്ലേ? മനുഷ്യരുടെ സ്വഭാവം അതാണ്. സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കില്ല. അതുകൊണ്ട് എല്ലാം ദേവി അനുഗ്രഹമെന്ന് കണ്ടാല്, ദേവി വിഭൂതിയാണെന്ന് കണ്ടാല്, എന്നോട് സംസാരിക്കുന്ന ആളും ദേവി, അപ്പോ ഞാൻ അദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കണം? വിനയാന്വിതനായിട്ട് സംസാരിക്കും ഇല്ലേ? എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന അമ്മയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അവരോട് ധിക്കാരമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അല്ലേ? അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആത്മസ്വരൂപം ദേവിയാണെന്ന് ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്റെ വാക്കുകളിൽ സന്തോഷിക്കട്ടെ. ഇനി പറയുന്ന ആളും കേൾക്കുന്ന ആളും എല്ലാം തന്നെ ദേവി സ്വരൂപങ്ങളായി ഭവിക്കട്ടെ. അപ്പൊ അതിൽ സന്തോഷിക്കട്ടെ. അങ്ങനെ നമ്മുടെ സങ്കല്പം കൊണ്ട് വാക്കുകളെല്ലാം തന്നെ ദേവി സ്തുതികളായിട്ട് തീരട്ടെ. അപ്പം സല്ലാപസ്തു തതയഹ, സല്ലാപങ്ങൾ സ്തുതിയും സഞ്ചാര ഏവാസ്തുതേ, എന്റെ സഞ്ചാരങ്ങളെല്ലാം ഞാൻ എവിടെ പോകുന്നു അത് അവിടത്തേക്കുള്ള പ്രദക്ഷിണങ്ങളായിട്ട് തീരട്ടെ. അല്ലയോ അമ്മേ, എവിടെ പോയാലും അമ്മയല്ലാതെ ആരാ ഉള്ളത്? പഞ്ചഭൂത നിർമ്മിതമായി ഈ ലോകത്തെ പഞ്ചഭൂതങ്ങളല്ലാത്തത് എന്താ ഉള്ളത്? അപ്പൊ ഞാൻ എവിടെ പോയാലും അമ്മയ്ക്കുള്ള പ്രദക്ഷിണമായിട്ട് തീരട്ടെ. അപ്പൊ ശിവമാനസ പൂജയിൽ എന്താ പറയുന്നത്? ഇത് തന്നെയല്ലേ പറയുന്നത്? സഞ്ചാരപദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിര യദ്യത് കർമ്മ കരോതി തദഖിലം ശംഭോ തവാരാധനം എന്ന് പറയുന്നത് ഭഗവത്പാദര് തന്നെയാണ്. അപ്പൊ ഇത് ഏത് ഈശ്വരനെയാണോ നമ്മൾ സങ്കല്പിക്കുന്നത്, ഏത് ഈശ്വരനും പറയാൻ പറ്റുന്ന ഒരു ശ്ലോകമാണിത്. അപ്പോ പിന്നെ സൗന്ദര്യ ലഹരിയിലെ 27ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ജപോ ജൽപ ശില്പം സകലമി മുദ്രാവിരചന. ഇതേ അർത്ഥം തന്നെയാണ് അല്ലെ? അപ്പൊ ഒരേ ആള് വ്യക്തമായ ആശയത്തെ പല പദങ്ങളെ കൊണ്ട് സമർപ്പിക്കുന്നു എന്ന് മാത്രം. ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഞാൻ ദേവീ കാര്യത്തിനാണ് പോകുന്നത് എന്ന് സങ്കല്പിച്ച് അത് പ്രദക്ഷിണമായി അല്ലെ? ഞാൻ എൻ്റെ അമ്മയുടെ, നമ്മൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് തരുന്നതും അത് നമ്മളെ ഏൽപ്പിക്കുന്നതും ആര്? അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയുടെ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് അത് നമ്മുടെ എന്നുള്ള ഒരു അഹങ്കാരം വേണ്ട. ഇത് അമ്മ, ഇത് ഞാൻ ചെയ്യാൻ പോവാണ്. അവിടെ ഇരിക്കുന്നത് അമ്മ, ഞാൻ എൻ്റെ കൂടെ വരുന്നതും അമ്മ. അപ്പൊ അതെന്തായി? പ്രദക്ഷിണമായി അല്ലെ? ദക്ഷിണം എന്ന് വെച്ചാൽ എന്താ? വലതുവശം. വലത് വയ്ക്കുക. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത് വയ്ക്കുക. പണ്ട് നമ്മൾ പറയല്ലേ ക്ഷേത്രത്തിന് വലത് വയ്ക്കുക എന്ന്, വലത്തോട്ട് തിരിയുക. നമ്മുടെ ദക്ഷിണ ഭാഗത്താണ് നമ്മുടെ ഇഷ്ട ദേവതയെ വയ്ക്കുന്നത്. എപ്പോഴും നമ്മുടെ ദക്ഷിണ ഭാഗത്ത് വേണം വയ്ക്കാൻ. അപ്പൊ നമ്മള് ഇടത് ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ദക്ഷിണ ഭാഗത്താണ് നമ്മുടെ സ്വാമി അല്ലെങ്കിൽ അമ്മ. വലത് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? വലത് ഭാഗം നമ്മുടെ യജമാനൻ, നമ്മുടെ ഈശ്വരൻ നിൽക്കുന്നു. ഇടത് ഭാഗം എന്ന് പറയുന്നത് എന്താ? ഭൃത്യൻ ഇല്ലെങ്കിൽ ആ ദാസൻ നിൽക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാവം. നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് പ്രദക്ഷിണം ചെയ്യാൻ കാരണം എന്താ? എപ്പോഴും നമ്മൾ ദേവത നമ്മുടെ വലത് ഭാഗത്ത് തന്നെ വരണം അല്ലെ? യജമാനിയായിരിക്കുന്ന അമ്മ, ശ്രീ മഹാരാജ്ഞിയായിരിക്കുന്ന അമ്മ അല്ലെ? ദാസ്യനായിരിക്കുന്ന ഞാനിതാ വലത് വയ്ക്കുന്നു. അതിനൊരു മര്യാദയുണ്ട് ഇല്ലേ? അമ്മ ഇരിക്കുമ്പോ അമ്മയുടെ മുമ്പിൽ കൂടെ കയറിയല്ല നമ്മൾ നടക്കേണ്ടത്. അമ്മ ഇരിക്കുമ്പോ അമ്മയെ വലത് ഭാഗത്താക്കിക്കൊണ്ട് നമ്മളെക്കാൾ ശ്രേഷ്ഠനായിട്ട് ഒരാൾ ഇരിക്കുമ്പോ നമ്മൾ എവിടെയാ? നമ്മുടെ വലത് ഭാഗത്ത്. ഇപ്പൊ ഒരു എന്താ സ്റ്റേജിലൊക്കെ സംസാരിക്കാൻ ഇരിക്കുമ്പോ അധ്യക്ഷൻ നമ്മുടെ വലത് ഭാഗത്ത് അല്ലെ? അവരെ ആദ്യം ഇരിക്കണം ആ ചെയറിൽ. അതുകൊണ്ടാണ് അവർക്ക് അത് മാറ്റിയിടുന്നത്. അപ്പൊ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവരെ നമ്മൾ വലത് ഭാഗത്ത് നിർത്തണമെന്ന് പറയാറുണ്ട്. വേദിയിൽ ഇരിക്കുമ്പോഴെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. എന്ത് കാര്യവും ചെയ്യാൻ പോകുന്നത് എന്താ? ഭഗവാന്റെ പ്രവൃത്തിയാണെന്ന് കണ്ടാല് നമുക്ക് ആ യാത്രകളെല്ലാം തന്നെ പ്രദക്ഷിണങ്ങളായിട്ട് തീരും. ഇപ്പൊ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ വേണ്ടേ? ഭഗവാനെ വലതുവശത്ത് നിർത്തി നമുക്ക് ചെയ്യുന്ന സഞ്ചാരങ്ങളെല്ലാം തന്നെ പ്രദക്ഷിണമായി അല്ലെ? ഒരു കർമ്മത്തിന് പോകാൻ ഇറങ്ങുമ്പോ വലതുവശത്ത് അമ്മയെ കണ്ടിട്ട് ഒന്ന് ചുറ്റി പോയി കഴിഞ്ഞാൽ പ്രദക്ഷിണമായി. ആത്മപ്രദക്ഷിണാണത്. അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ പ്രദക്ഷിണം ചെയ്യുക. അപ്പോ സംവേശോ
നമസ സഹസ്രമഖിലം. സംവേശം എന്ന് പറഞ്ഞാൽ എന്താ? കിടക്കുക, ശയിക്കുക എന്നർത്ഥം. ശയനം, എന്റെ ശയനം. ആ ഒരു എന്താ പറയാ, നമസഹസ്രം, അതായത് ആ 1000 നമസ്കാരങ്ങളായിട്ട് ഭവിക്കട്ടെ. അല്ലെ, നമസ്കരിച്ച് കിടക്കുകയാണ്. കിടക്കാൻ പോകുമ്പോ ഇത് സങ്കല്പിച്ചാൽ മതി. കിടക്കുന്ന സമയം എന്താണ്? അത് നമസ്കാരങ്ങളായിട്ട് തീരുന്നു. എന്റെ ശിരസ് അമ്മയുടെ പാദങ്ങളിൽ സ്പർശിക്കുന്നു. ആ പാദങ്ങളിൽ തലവെച്ച് കിടക്കുകയാണ് അല്ലെ. ആ പാദങ്ങളില് എന്റെ ആ പാദങ്ങളിൽ ആ പാദങ്ങളിൽ എന്റെ എന്താ പറയാ, ശിരസ് വച്ചിട്ട് 1000 നമസ്കാരങ്ങൾ. ആ പാദങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരങ്ങൾ. അമ്മയുടെ കാൽ ചുവട്ടി കിടക്കുകയാണ് ഞാൻ അല്ലെ. അമ്മ, എനിക്ക് വേറെ ആരും ആശ്രയമില്ല. എന്നെ സ്വീകരിക്കൂ അമ്മ. അമ്മയുടെ കാൽ ചുവട്ടി വന്ന് കിടക്കുന്നു ഞാന് അല്ലെ. ഇത്രയും കഴിഞ്ഞു, ഞാൻ എല്ലാം അമ്മയ്ക്ക് തന്നു. ഇനി എന്റെ ഒന്നും സമർപ്പിക്കാനില്ല. ഞാൻ എന്റെ ശരീര മനോബുദ്ധികളെ എല്ലാം കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇതാ അമ്മയുടെ പാദത്തിന്റെ അടുത്ത് എന്റെ ശയനം. ഞാൻ കിടക്കുന്നതോ അമ്മയുടെ പാദപത്മങ്ങളിലാവട്ടെ. കംപ്ലീറ്റ് ടോട്ടൽ സറണ്ടർ ആണ്. ശരണാഗതി ചെയ്തു കഴിഞ്ഞു അല്ലെ. ആ കരങ്ങൾ കൊണ്ട് എന്നെ അനുഗ്രഹിക്കൂ അമ്മേ. കാൽച്ചുവട്ടിൽ ആര് വന്ന് കിടന്നാലും നമ്മൾ അറിയാതെ നമ്മുടെ കൈ കൊണ്ട് അനുഗ്രഹിക്കും ഇല്ലേ. വലത് കൈ പൊക്കി ശിരസിൽ വെക്കും. അത് ഓട്ടോമാറ്റിക് ആണ്. അച്ഛനമ്മമാരെ നമസ്കരിക്കുമ്പോ അല്ലെ. നമ്മള് എന്താ പറയാ, അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതാണ് ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്ന ശരണാഗതി. അപ്പൊ നമ്മൾ അമ്മയോട് പറയണം, അമ്മ അതാ അമ്മയുടെ കാലില് എന്റെ ആ ശയനം ഇപ്പൊ അമ്മയുടെ കാലിലാണ്. അമ്മ എന്നെ അനുഗ്രഹിക്കൂ. നമ്മൾ സമാധാനമായിട്ട് ജഗദംബികയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ഇല്ലേ. അമ്മയുടെ കാൽപാദം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ശ്രീചക്രമാകുന്ന ശ്രീചക്രത്തിന്റെ പുറത്താണ് അമ്മ കാല് വെച്ചിരിക്കുന്നത് അല്ലെ. ആ കാലിൽ നമ്മൾ കിടക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ആ ടോട്ടൽ അമ്മയുടെ പ്രൊട്ടക്ഷനിൽ കിടക്കുന്നു എന്നർത്ഥം. ഒരു ശയനം. ഇനി എന്താ, നമുക്ക് എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? സമാധാനമായിട്ട് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന പോലെ ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്താണ് ഏറ്റവും പ്രൊട്ടക്ഷൻ ആയിട്ട് കിടന്ന് ആ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഉറങ്ങുന്നത്. നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. എന്ത് ശത്രു വന്നാലും അമ്മ നോക്കിക്കോളും. അപ്പൊ നമ്മൾ എല്ലാ ഉപചാരവും കൊടുത്തു കഴിഞ്ഞു. അമ്മയ്ക്ക് ശരണാഗതി ചെയ്തു കഴിഞ്ഞു. അമ്മയുടെ കാൽപാദത്തിൽ കിടക്കുകയാണ്. ഒരു ശയനം അല്ലെങ്കിൽ 1000 നമസ്കാരം, അനന്ത കോടി പ്രണാമം അമ്മ. അങ്ങനെ സഹസ്രം അഖിലം. കിലം എന്ന് പറഞ്ഞാൽ അല്പം, അഖിലം എന്ന് പറഞ്ഞാലോ അല്പം പോലും ഇല്ലാതെ എല്ലാം അശേഷം ഞാൻ ചെയ്യുന്നതെല്ലാം അമ്മയുടെ പ്രീതിക്കായിട്ട് ഭവിക്കട്ടെ. അങ്ങനെ ആ ഒരു സമർപ്പണം ചെയ്തു ദേവിക്ക് അല്ലെ. 15 ഉപചാരങ്ങള്, ആ 14 ഉപചാരങ്ങൾ കൊടുത്തിട്ട് 15ാമത് പൂർണ്ണമായിരിക്കുന്ന ഒരു സമർപ്പണം കൊടുത്തു. ഇനി 16ാമത്തത് എന്താ? മഹാഷോഡശി മന്ത്രം കൊണ്ടുള്ള 16ാമത്തെ ശ്ലോകം ശ്രീംകാരം കൊണ്ട് തുടങ്ങുകയാണ്. ശ്രീമന്ത്രാക്ഷരം അല്ലെ. അത് വെച്ചിട്ടാണ് 16ാമത്തെ ശ്ലോകം. കാരണം എന്താ? ഷോഡശ ഉപചാരങ്ങളാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് 16ാമത്. ഇനി ഷോഡശി കിട്ടിയില്ല, ഈ ജന്മത്തില് ഷോഡശി കിട്ടാൻ നമുക്ക് ഭാഗ്യമില്ല എന്നൊക്കെ വിചാരിച്ചാൽ എന്താ? ഈ മന്ത്രം ജപിച്ചാൽ മതി. സാധാരണ ഷോഡശി, മഹാഷോഡശി അല്ല. ഷോഡശി പല വിധത്തിലുണ്ട്. അപ്പൊ ഇതില് ശ്രീംകാരം ചേർന്ന ഷോഡശി വെച്ചിട്ടാണ് ദേവിക്ക് അർച്ചന ചെയ്യുന്നത്. 16ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. ശ്രീമന്ത്രാക്ഷരമാലയ ഗിരിസുതാം യത് പൂജയെ ചേതസ സന്ധ്യാസു പ്രതിവാസരം സുനിയസ് തസ്യാമലം സ്യാന്മനഃ ചിത്താംബോരുഹ മണ്ഡപേ ഗിരിസുതാ നൃത്തം വിധത്തേ രസാത് വാണി വക്ത്രസരോരുഹേ ജലധിജ ഗേഹേ ജഗന്മംഗളം. വളരെ മനോഹരമായിരിക്കുന്ന അവസാനത്തെ ശ്ലോകമാണിത്. ശ്രീ മന്ത്രാക്ഷരമാലയാ ഗിരിസുതാം അല്ലെ. ഈ മന്ത്രാക്ഷരമാല കൊണ്ട് യാതൊരുവനാണോ ഗിരിസുതയെ നിത്യവും സന്ധ്യകളിലെ മനസാ പൂജിക്കുന്നത്, അവന്റെ മനസ്സാകുന്ന മണ്ഡപത്തില് ദേവി നൃത്തം ചെയ്യുന്നു. സരസ്വതി ദേവി അവന്റെ വദനത്തിൽ നൃത്തം ചെയ്യുന്നു. അവന്റെ ഭവനത്തില്, ഈ ജപിക്കുന്ന ആൾ ഇരിക്കുന്ന ഭവനത്തില് ജഗന്മംഗളം സ്വരൂപിണിയായിരിക്കുന്ന ലക്ഷ്മി ദേവി നൃത്തം ചെയ്യണു. ഇനി എന്താ വേണ്ടേ? അമ്മ ഉള്ളിടത്ത് ഇവര് രണ്ടുപേരും എന്തായാലും വന്നിരിക്കും അല്ലെ. ഈ മാലയാ ഗിരിസുതാം യത് പൂജയെ ചേതസ, മനസ്സിൽ ആരാണോ പൂജിക്കുന്നത്, സന്ധ്യാസു, സന്ധ്യ സമയങ്ങളില്. സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകിട്ട് മാത്രമല്ല, പ്രാതസന്ധ്യയുണ്ട്, മധ്യാഹ്ന സന്ധ്യയുണ്ട്, ഈവൻ സായം സന്ധ്യയുണ്ട്. 3 സന്ധ്യകളിൽ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അപ്പോഴ്. പ്രതിവാസരം, ആ എന്താ പറയാ, എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും. ഇതൊരു ഫലശ്രുതിയായിട്ട് തന്നെ നമ്മൾ എടുക്കണം അല്ലെ. ശ്രീ മന്ത്രാക്ഷരമാലയ. അപ്പൊ ഈ ഗിരിസുതാം പൂജയെ ചേതസ, ഈ ശ്രീം എന്ന് പറയുന്ന മന്ത്രാക്ഷരം, ഇത് ശ്രീവിദ്യാ മന്ത്രാക്ഷരം തന്നെയാണ്. ഇതിനെയാണ് ഷോഡശാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. ആ ശ്രീ
ആ ശ്രീംകാരത്തിലാണ് ഈ ശ്ലോകം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഈ ശ്രീമന്ത്രാക്ഷരം കൊണ്ട് നിർമ്മിച്ച മാല കൊണ്ട് ഗിരിസുതയായിരിക്കുന്ന പാർവതി ദേവിയെ ചേതസ മനസ്സുകൊണ്ട് പൂജിക്കുന്നത്, മാനസ പൂജയായിട്ട് ചെയ്യുന്നത്, സന്ധ്യാസു പ്രതിവാരം, സന്ധ്യാസമയം എല്ലാ ദിവസവും, പ്രതിവാരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, ദിനം പ്രതി, സായസന്ധ്യയോ പ്രാതസന്ധ്യയോ എന്ത് വേണമെങ്കിലും ആകാം പൂജിക്കുന്നത്, മാനസ പൂജയായിട്ട് ചെയ്യുന്നത്, സുനിയതഃ നല്ല അടക്കത്തോടുകൂടി ഏകാഗ്രമായിട്ട്, സസ്യ മന അമലം, അവരുടെ മനസ്സ് എന്താ നിർമ്മലമായിട്ട് തീരും, അഴുക്കുകളൊന്നുമില്ല, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം ശുദ്ധമാവും. അമ്മ ഇരിക്കുന്നിടം എന്താ ശുദ്ധമാണില്ലേ? അമ്മ ഇരിക്കുമ്പോ 30 ദേവകൾ വന്ന് ഇരുന്ന് കഴിഞ്ഞു. പിന്നെ എന്താ വേണ്ടേ? ശ്രീചക്രം മൊത്തമായി കഴിഞ്ഞു. അത് നമ്മൾ അറിയാതെ ശുദ്ധമാകും അല്ലെ? അമലമായിട്ട് തീരും, പരിശുദ്ധമാകും. എന്നിട്ടോ ചിത്താംബോരുഹ മണ്ഡലേ, അവന്റെ ഹൃദയമാകുന്ന താമരയില് ഒരു മണ്ഡപമായി കണ്ടിട്ട് ഗിരിസുതയായിരിക്കുന്ന പാർവതി ദേവി അല്ലെ, ലളിത മഹാത്രിപുര സുന്ദരി ആനന്ദപൂർവ്വം നൃത്തം വയ്ക്കുക സന്തോഷം കൊണ്ട്. എന്റെ മക്കളെ കണ്ടില്ലേ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഒരു അമ്മയ്ക്ക് ആനന്ദ നൃത്തം അല്ലെ? അമ്മ സന്തോഷത്തോടെ ഇരിക്കുന്ന അർത്ഥം. അമ്മ ഒരിടത്തും പോവില്ല പിന്നെ അവരെ വിട്ട്. അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ, അമ്മ കാലിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നവരെ, ഏറ്റവും സ്നേഹിക്കുന്ന മക്കളുടെ അടുത്താണ് അമ്മയ്ക്ക് നിൽക്കാൻ ഇഷ്ടം അല്ലെ? അമ്മ നമ്മളെ വിട്ടുപോവില്ല. നമുക്ക് വിട്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനാണോ ചിന്താമണി ഗൃഹത്തിൽ ചെന്ന് വിളിച്ചോണ്ട് വന്നത് നമ്മള്? ഇല്ല, അമ്മ നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം. അമ്മ പോവരുതേ, എപ്പോ പോയാലും എന്നെ കൂടെ കൊണ്ടുപോണേ അമ്മ, എന്നെ ഒറ്റയ്ക്കാക്കരുതേ, ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ ആ അമ്മ സന്തോഷത്തോടു കൂടി ആനന്ദപൂർവ്വം നൃത്തം വെക്കുക എന്ന് പറഞ്ഞാൽ അമ്മ ഡാൻസ് ചെയ്യുക എന്നല്ല അർത്ഥം, മനസ്സുകൊണ്ട് ആനന്ദ നൃത്തം. നമുക്ക് നമ്മുടെ മക്കള് ഇല്ല ഇഷ്ടത്തോടെ എന്തെങ്കിലും കൊണ്ടു തരുമ്പോ, ഭക്ഷണം കൊണ്ടു തരുമ്പോ, നമ്മളെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ മനസ്സറിയാതെ ആനന്ദ നൃത്തം വെക്കും, സന്തോഷം. കാരണം മക്കളാണ് അല്ലെ? മക്കളോടുള്ള ആ ഒരു പാശം അവർക്കുണ്ടായിരിക്കണമെന്നില്ല, പക്ഷെ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ഈ മക്കളും കൂടി ഇങ്ങനെ തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ ഞാൻ ഇനി വിട്ടു പോവില്ല, അമ്മ പോവരുതെന്ന് പറഞ്ഞാൽ അവർക്ക് നോ പറയാൻ പറ്റില്ല, അവര് നിന്നേ പറ്റൂ. കാരണം അത്ര സ്നേഹത്തോടു കൂടിയാണ് അമ്മയെ എല്ലാം കൊടുക്കുന്നത് അല്ലേ? ഇനി അവന്റെ വാക്ക് എങ്ങനെയായിരിക്കും? അവന്റെ വക്ര സരോരുഹത്തില്, അതായത് അവന്റെ മുഖത്ത്, വായില് സരസ്വതി ദേവി വസിക്കുന്നു അല്ലെ? സരസ്വതി ദേവി ജിഹ്വാഗ്രേ, നാക്കില് ഇങ്ങനെ അമ്മയെ സ്തുതിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താ പറയാ, ഒരു ഗംഗാജല പ്രവാഹം പോലെ വാക്കുകൾ കൊണ്ട് അമ്മയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ സരസ്വതി ദേവി അവനെ എന്താ പറയാ ശക്തിമാനാക്കും, അവനെ പറയിപ്പിക്കും. ദേവി എന്താ അമ്മ ഇരിക്കുന്ന എവിടെ? അമ്മേ സരസ്വതി ദേവിയാണ് വാചാലനെ മൂകനാക്കുന്നത്, മൂകനെ സംസാരിക്കാൻ സാധിക്കും. നമ്മള് മൂകാസുരന്റെ കഥ കേട്ടു അല്ലെ? മൂകാംബികയുടെ ദേവിയുടെ കേട്ടപ്പോ. അപ്പൊ ഇവിടെ ദേവി എന്താ ചെയ്യുന്നത്? ആ സരസ്വതി ദേവി വന്ന് നാവിലിരിക്കുക. കാരണം ദേവിക്ക് കേട്ടുകൊണ്ടിരിക്കണം, എന്താ തന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെ സ്തുതിക്കുന്നത്. അത് കേൾക്കാൻ വേണ്ടി നാവിലിരുന്ന് ഇങ്ങനെ സദാ അമ്മയെ കുറിച്ച് പറയിച്ചുകൊണ്ടേ ഇരിക്കുന്ന അർത്ഥം. പിന്നെ അടുത്തതാരാ? ജലധിജ ഗേഹേ ജഗന്മംഗളം. ഇപ്പൊ ജലധിജ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിന് മുഴുവൻ മംഗളം ചെയ്യുന്ന, സമുദ്ര പുത്രിയായിരിക്കുന്ന, ക്ഷീരസാഗരത്തിൽ നിന്ന് വന്ന അല്ലെ, ആ ഒരു ഉത്ഭവിച്ച ലക്ഷ്മി ദേവി അല്ലെ? എല്ലാവരും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടിയാണ് ഓടുന്നത്. സരസ്വതിയും ത്രിപുര സുന്ദരിയും ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാവർക്കും ഐശ്വര്യം വേണം അല്ലെ? അത് ആരാ കൊടുക്കുന്നത്? മഹാലക്ഷ്മിയാണ് അല്ലെ? മഹത്തായിരിക്കുന്ന ലക്ഷ്യത്തെ കാണിച്ചു തരുന്നവൾ മഹാലക്ഷ്മി. അപ്പൊ ആ ദേവി നമ്മുടെ ഗൃഹത്തില്, ഇത് ജപിക്കുന്ന ഗൃഹത്തില് നിത്യം വസിക്കുന്നു, പോവില്ല. നമ്മള് രാവിലെ എണീറ്റിട്ട് എന്താ പറയാ? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു വസതേ ഗൗരി. ഇവർ 3 പേരെ നമ്മൾ രാവിലെ കാണും നമ്മുടെ കൈകളില്, നമ്മുടെ കർമ്മം ശുദ്ധമാവാൻ. പ്രഭാതേ കരദർശനം എന്ന് പറയുന്ന പോലെ ഈ 3 പേരും നമ്മുടെ കൂടെ ഒരിക്കലും പിരിയാതെ വസിക്കുന്നു, അവര് നമ്മുടെ കൂടെ കാണും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫലശ്രുതിയായിട്ട് എടുക്കാം. ഇനി അവസാനത്തെ എന്താണ്? ആ ഒരു സമർപ്പണം, അത് ശങ്കര ഭഗവത്പാദരുടെ സമർപ്പണമായിട്ട് എടുക്കാം. ഇതി ഗിരിവരപുത്രി പാദരാജീവഭൂഷ ഭുവനമലയന്തി സൂക്തി സൗരഭ്യസാരൈഹി ശിവപദ മകരന്ദ ചന്ദനീയം നിബദ്ധ മതയതു കവിഭൃംഗ മാതൃകാ പുഷ്പമാല. പാർവതി ദേവിയുടെ പാദപത്മങ്ങൾക്ക് ഭൂഷണമായി സൂക്തി സൗരഭ്യം വിതറി വിശ്വത്തെ പവിത്രീകരിക്കുന്നതാണ് ശിവപദമാകുന്ന പൂന്തേൻ പ്രവാഹത്തോടു കൂടിയായിരിക്കുന്ന ഈ മാതൃക പുഷ്പമാല. കവികളായ വണ്ടുകളെ മതിപ്പിക്കട്ടെ അല്ലെ?
അപ്പൊ ഇനി ഇപ്രകാരം ഗിരിവരപുത്രി പാദ രാജീവ പൂഷ, ഗിരി രാജാവായിരിക്കുന്ന ഹിമവാന്റെ പുത്രിയുടെ പാദ രാജീവത്തിന്, പാദകമലത്തിന് ഭൂഷണമായിട്ട് ഈ മാതൃകാ പുഷ്പമാല എന്ന ആ മാല അത് കോർക്കപ്പെട്ടത് അല്ലെ, ഈ ഞാനായിട്ട് കോർക്കപ്പെട്ട മാതൃക, മന്ത്രങ്ങളെ കൊണ്ട് കോർക്കപ്പെട്ട മാതൃകാ പുഷ്പമാല ഭുവനം അമലയന്തി, ഭുവനങ്ങളെ തന്നെ സുഗന്ധപൂരിതമാക്കട്ടെ, അതിന്റെ സൂക്തികളെ തന്നെ സുഗന്ധപൂരിതങ്ങളാണ് ഇതിലെ സൂക്തികളെല്ലാം തന്നെ. സൂക്തികള് എന്ന് പറഞ്ഞാൽ വചനങ്ങള്, അതിന്റെ സൗരഭ്യത്തിന്റെ സാരം കൊണ്ട്, വാക്കുകളുടെ അർത്ഥം തന്നെയാണ് സൗരഭ്യം എന്ന് പറയുന്നത് അല്ലെ. പൂവിന് മണം പോലെ ആ വാക്കുകളുടെ അർത്ഥങ്ങള്, അതിന്റെ സൗരഭ്യം ലോകത്തെ ശുദ്ധീകരിക്കട്ടെ. കാരണം ഇത് ആരെ കുറിച്ചാ പറയുന്നത്? ജഗന്മാതാവായിരിക്കുന്ന ജഗദംബിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആര് കേൾക്കുന്നോ പറയുന്നോ അവർക്കെല്ലാം തന്നെ എന്താ, അവരെ ശുദ്ധീകരിക്കട്ടെ. പിന്നെ എന്താ, ശിവപദ മകരന്ദ സ്യന്തനീയം, ശ്രീ പരമേശ്വരന്റെ പാദങ്ങളിലെ ഭക്തിയാകുന്ന തേൻ ഒഴുകുന്നതാണ് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ, ഈ സ്തോത്രം. നിബദ്ധ മതയതു കവിഭൃംഗ, അപ്പൊ കവികളാകുന്ന ഭാവനയുള്ള സഹൃദരായിട്ടുള്ള വണ്ടുകളെ മതയതു എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കട്ടെ. അപ്പൊ നമ്മുടെ ഉള്ളിലും ആ കവിത്വ ഭാവന ഉള്ളത് കൊണ്ട് നമ്മൾ ശ്ലോകങ്ങൾ കേട്ട് ആസ്വദിക്കുന്നത് ഇല്ലേ. അപ്പോ സത്യസങ്കല്പനായിരിക്കുന്ന ആചാര്യ ഭഗവത്പാദരുടെ സങ്കല്പം ഫലിക്കട്ടെ. അദ്ദേഹത്തിന്റെ സങ്കല്പം ലോകമുള്ളിടത്തോളം കാലം ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിലെ മനോഹരമായിരിക്കുന്ന ആ അദ്വൈത വേദാന്തത്തെ പ്രചരിപ്പിച്ച, പ്രതിഷ്ഠ ചെയ്ത ആളാണ് ജഗദ്ഗുരു ശ്രീ ആദിശങ്കര ഭഗവത്പാദര്. ആചാര്യ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ദേവിയുടെ ചരണപത്മങ്ങളിൽ ഈ മാതൃകാ പുഷ്പമാല സ്തവത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും എന്താ വേണ്ടത്? അമ്മയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം തരണേ എന്ന് നമ്മുടെ ഗുരുപരമ്പരയോടും ദേവിയോടും ഭഗവത്പാദരോടും നമുക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് ശ്രീമദ് ശങ്കര ഭഗവത്പാദ വിരചിതം മന്ത്ര മാതൃകാ പുഷ്പമാലാസ്തവം സമ്പൂർണം. ഓം തത് സത്. അങ്ങനെ വളരെ മനോഹരമായിരിക്കുന്ന എന്താ പറയാ ദേവിയുടെ ആ ഒരു പുഷ്പമാല അല്ലെ, മന്ത്ര പുഷ്പമാല നമുക്ക് സമർപ്പിക്കാൻ പറ്റി. അത് ദേവി തന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെ കാണണം. അപ്പോ നമ്മുടെ ദേവിക്ക് ക്ഷമാപരാധങ്ങൾ പറഞ്ഞു, നമ്മൾ ചെയ്തിരിക്കുന്ന എന്താ പറയാ തെറ്റുകൾക്കെല്ലാം അമ്മയോട് ക്ഷമ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ അതെല്ലാം ക്ഷമിച്ചു. ഇപ്പൊ നമ്മൾ ദേവിക്ക് 16 ഉപചാരങ്ങൾ, 15 ഉപചാരവും സമർപ്പണവും കൊടുത്തു. ഇനിയിപ്പോ എന്താ വേണ്ടേ? നമ്മള് ദേവിയുമായിട്ട് കൂടുതൽ അടുത്തു അല്ലെ, ഉപചാരങ്ങളിലൂടെ അമ്മയെ അടുത്തു. ഇനി അമ്മ, എനിക്ക് കൂടുതൽ അമ്മയെ അറിയണം. ഇപ്പോഴാണ് നമ്മൾ അമ്മയെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം തോന്നുന്നത് അല്ലേ. ഇത്രയും നാള് അമ്മയെ അടുത്തില്ല. നമ്മൾ ഒരാളെ അടുത്ത് പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് തോന്നുന്നത്. ഇനി എന്താ, എനിക്ക് അമ്മയുടെ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളെല്ലാം അറിയണം അമ്മ. എന്താണ് ഈ ശ്രീചക്രം, ശ്രീവിദ്യ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മളിത് വെളിയിൽ നിന്ന് ഒരാൾ കേൾക്കുവാണെങ്കിൽ ഈ 16 ശ്ലോകങ്ങളും തന്നെ ശ്രീവിദ്യ മന്ത്രാക്ഷരങ്ങളാണ്. എന്താണ് ശ്രീവിദ്യ ഇല്ലേ, എന്താണ് ശ്രീചക്രം? നമുക്ക് കുറച്ച് സൂക്ഷ്മ തലങ്ങളിലേക്ക് അമ്മയെ അറിയാനായിട്ട് ശ്രമിക്കാം. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ആ ഒരു സമർപ്പണം തന്നെയാണ് നമുക്ക് ദേവി എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. നമ്മുടെ ആ ഒരു സ്നേഹം, അമ്മയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ, അതായി തീരുക എന്ന അർത്ഥം. അറിഞ്ഞ് അതായി തീരുക. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി അല്ല, നമ്മള് സെപ്പറേറ്റ് അല്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നാണ്, ആ മഹായോനിയിലൂടെ വന്നവരാണ് നമ്മളെല്ലാം. അപ്പൊ അമ്മയെ അറിയുക എന്നുള്ളത് നമ്മുടെ ജന്മ അവകാശമാണ്. നമ്മൾ അറിഞ്ഞെങ്കിലേ നമുക്ക് തിരിച്ചു പോക്കുള്ളൂ. നമ്മൾ തിരിച്ചു പോവേണ്ടവരാണ്, ഈ ഭൂമിയിൽ വന്നവരാണ്. നമുക്കെല്ലാം തിരിച്ചു പോകണം. ഇവിടത്തതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒന്നും നമ്മുടേതല്ല, അമ്മയുടെ സ്വന്തമാണ്. ഇതെല്ലാം തിരിച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ടേ? ശരീരവും ഒരു ദിവസം നമുക്ക് പ്രകൃതിക്ക് സമർപ്പിക്കും. നമ്മൾ പഞ്ചഭൂതങ്ങളെ സമർപ്പിക്കും. എന്നിട്ട് ഒരു തിരിച്ചു പോകണം. ഈ ശ്രീചക്രമാകുന്ന പ്രപഞ്ചം ശ്രീചക്രമാണ്, ശരീരവും ശ്രീചക്രമാണ് അല്ലേ. അതെങ്ങനെയാണ് ഈ പ്രപഞ്ചവും ശരീരവും തമ്മിലുള്ള ബന്ധം? എന്താണ് ഇതിനകത്ത്? കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടുള്ള അവലോകനം നമ്മൾ ചെയ്തു നോക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ശ്രീചക്രം വന്നത്? അങ്ങനെ കുറച്ച് പല എന്താ പറയാ സമയങ്ങളില് കിട്ടിയ ആ ഒരു എന്താ പറയാ വിചാരങ്ങള്, പലരിടത്ത് പല സോഴ്സിൽ നിന്ന് കിട്ടിയത്, എവിടുന്ന് എന്തോന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ശ്രീചക്ര പല വർഷങ്ങളായിട്ട് അമ്മയെ കുറിച്ച് എന്താ പറയാ കേൾക്കുകയും കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ആദ്യം ചോദിക്കും, സാധാരണ ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ശ്രീചക്രം അല്ലെ.
ആ ശ്രീചക്രം എന്തെന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം പ്രപഞ്ചമാണ് ശ്രീചക്രം എന്നാണ്. അല്ലെ? ഈ ശ്രീചക്രത്തില് സുദർശന ചക്രമുണ്ട്, നവയോനി ചക്രമുണ്ട്. ഇങ്ങനെ നോക്കിയാല് ആ മാന്ത്രിക സിദ്ധി മുഴുവനും അതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഈ ശ്രീചക്രത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഗുരുവിൽ നിന്ന് ശ്രീചക്ര ഉപാസന സിദ്ധിച്ചാല് അത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളെ ഏത് കെട്ടും നമ്മൾ അഴിച്ചു തുടങ്ങുമ്പോഴാണ് അത് ഈസി ആവുന്നത്. അല്ലെ? ശ്രീചക്രം കാണുമ്പോൾ കുറച്ച് ത്രികോണങ്ങള്, അതിന്റെ പത്മങ്ങള്, ഇല്ലെ, ഭൂപുരങ്ങള്, ഇതൊക്കെ കാണുമ്പോൾ സ്ക്വയർ, ത്രികോണങ്ങൾ, ഇതൊക്കെ ഇത് എന്താണ് എന്ന് നമുക്ക് അറിയാത്തവർക്ക് തോന്നും. പക്ഷേ ആ ഒരു ശ്രീചക്ര ഉപാസന ഒരു ഗുരുമുഖേന നമുക്ക് കിട്ടിയാല് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരു നന്നായില്ല എങ്കിൽ എത്ര പണിപ്പെട്ടാലും ശ്രീചക്രത്തെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ശ്രീചക്രം തന്നെയാണ് ഗുരു എന്ന് വിചാരിച്ച് നമ്മൾ ശ്രീചക്രത്തെ ഉപാസന ചെയ്താൽ അത് തത്വത്തിൽ നമ്മളെ സമീപിച്ച് രക്ഷിക്കും. കാരണം തത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ തത്വങ്ങളെയാണ് നമ്മളെ തത്വം. അതാണ് നമ്മളിത് ശ്രീചക്രത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം അത് ഞാനാണ്. അവിടുത്തെ ഇരുന്ന ഞാൻ എങ്ങനെ ഈ ഞാനായിട്ട് മാറി, എങ്ങനെ ഞാൻ സെപ്പറേറ്റഡ് ആയി, എങ്ങനെ ഞാൻ ദ്വൈതത്തിൽ വന്നു, ഇതാണ് നമ്മൾ ശ്രീചക്രം പഠിപ്പിച്ചു തരുന്നത്. ശരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് എന്താ? മനുഷ്യനെ ഈശ്വര പദവിയിലേക്ക് ഉയർത്തുക. ഈ ദേഹത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കുക. ഇതിനാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഭൗതികമായ സുഖഭോഗങ്ങളെക്കാള് നമുക്ക് ആത്മാനന്ദമാണ് ഇച്ഛിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു സാധാരണക്കാരന് പോലും ആഗ്രഹം എന്താണ്? എനിക്ക് പരമമായിരിക്കുന്ന ആനന്ദം കിട്ടണം. അപ്പൊ ഈ ശ്രീചക്ര ആരാധന മനുഷ്യൻ അവന്റെ മോഹങ്ങള്, ആശകള്, ഇവയെ പൂർത്തീകരിച്ച് ആ ഒരു എന്താ പറയാ പൂർത്തീകരിച്ച് ആ ക്ഷോഭത്തിലൂടെ തെളിച്ചെടുത്ത് ആ സർവാർത്ഥ സാധകയും സർവരക്ഷാകരിയുമായിരിക്കുന്ന ആ ദേവിയെ നമ്മൾ ശരണാഗതി ചെയ്ത് അമ്മയുടെ സുരക്ഷ നമ്മൾ ഏറ്റെടുത്ത്, അല്ലെ, സർവസിദ്ധിപ്രദവും സർവരോഗഹരവുമായിരിക്കുന്ന ഒരു ലൗകിക ജീവിതം അവിടെ ഇരുന്നു കൊണ്ട്, ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സർവസിദ്ധികളും നേടി സർവാനന്ദമയമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ചെന്ന് എത്തിക്കണം. ഈ വിധമാണ് ഈ ശ്രീചക്ര സംവിധാനം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ല, അത് ആരും ഉണ്ടാക്കിയതല്ല, പ്രപഞ്ച രൂപമാണ് ശ്രീചക്രം. അത് നമ്മൾ അറിയണം. കാരണം എന്താ? ഈ ശ്രീവിദ്യ മന്ത്ര തത്വം, ശ്രീചക്രത്തിന്റെ പ്രാദുർഭാവം, വിവിധ ഘട്ടങ്ങളുടെ വിവരണങ്ങള്, ഇതെല്ലാം നോക്കുമ്പോൾ ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്കാണ് നമ്മൾ തിരിച്ചു പോവേണ്ടത്. ഇപ്പൊ ഭൂപുരം 16 ദളങ്ങള്, അഷ്ടചക്രം, 14 അക്ഷരങ്ങള്, പുറത്തും അകത്തുമുള്ള ദശാരങ്ങള്, അഷ്ടകോണുകള്, ത്രികോണം, ബിന്ദു, ഇതൊക്കെ പരിണമിച്ച് അത്ഭുതകരമായിരിക്കുന്ന ഒരു ശ്രീചക്ര രചന. അപ്പൊ അതിനകത്തിരിക്കുന്ന യോഗിനികള്, മുദ്രാശക്തികള്, ചക്രേശ്വരികള്, അല്ലെ, ത്രിപുരകള്, മന്ത്രശകലങ്ങള്, എന്താണ് ഒരു ചെറിയ 3 ഡയമെൻഷണൽ മേരുവിനകത്ത് ഇരിക്കുന്നത് പ്രപഞ്ച രൂപത്തിലിരിക്കുന്ന അനേക കോടി ദേവതകളാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് അതിന്റെ ഒരു മിനിയേച്ചർ ഫോമായിട്ട് ഈ ശ്രീചക്രം മാറുന്നത്? അല്ലെ? സർവ്വസാധാരണക്കാർക്ക് പോലും, സ്ത്രീകളടക്കം, ഈ അത്യുന്നത കൽപ്പക വാടികയില് വിഹരിക്കാൻ അമ്മയുടെ കൽപ്പക വാടിക ഇവിടെയാണ്. നമ്മളിപ്പോ നമ്മള് ചിന്താമണി പോകുന്നു, ചിന്താമണി ഗ്രഹത്തിൽ പോകുന്നു, അമ്മയെ കാണുന്നു എന്നൊക്കെ പറയുന്നത് എവിടെയാ? എവിടെയോ ഒരിടത്ത് ഇരിക്കുന്നതല്ല. അതിനെ നമ്മൾ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് മനസ്സുകൊണ്ട് അവിടെ പോകാൻ പറ്റൂ, അല്ലെ? സാക്ഷാൽ രാജരാജേശ്വരിയായിരിക്കുന്ന അമ്മയുടെ സഭയാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളില്. അപ്പൊ ആ അമ്മയെ ആരാധിക്കാൻ, ആ അവകാശം നേടിയെടുക്കാൻ എന്താ നമ്മൾ ശ്രമിക്കണം. കാരണം അത് നമുക്ക് ഏതോ ജന്മത്തിലൊന്നും കിട്ടുന്നതല്ല, അനേക ജന്മ പുണ്യം കൊണ്ട് മാത്രമേ അത് കിട്ടുള്ളൂ. കാരണം അത് ആത്മീയ അനുഭൂതിയാണ്. നമുക്ക് നമ്മുടെ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിനി എത്ര സ്പൂണിൽ വെച്ചാലും, ഒരു പാത്രത്തിൽ വെച്ച് എന്ത് നമ്മളെ പഞ്ചസാര എന്ന് കാണിച്ചാലും, നമ്മുടെ വായിൽ ഇട്ടാലേ നമുക്ക് മധുരത്തെ അറിയാൻ പറ്റുള്ളൂ. അതുപോലെയാണിത്. ആ ഒരു ആത്മാനന്ദം, ആത്മസുഖം, നമ്മുടെ കൂടെ ഒരാൾ ഇരിക്കുന്നു എന്നുള്ള ചിന്ത, അല്ലെ, അത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ധൈര്യം തരും. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഭൗതികം, ഊർജം, മനസ്സ്, അല്ലെങ്കിൽ അഥവാ നമ്മൾ പറയുന്നത് അഗ്നി സൂര്യ മണ്ഡലങ്ങളായിട്ട് വിചാരിക്കുന്ന ഈ തലം, നമ്മൾ ഭൂർ ഭുവ സുവർ ലോകങ്ങളായിട്ട്, ഈ ആകൃതികളായിട്ട് വൈദിക ഭാഷയിൽ പറയുന്ന ഈ തലം ആ ഒരു ഉത്പത്തി സ്ഥാനമാണെന്നും അതൊരു ശുദ്ധ ബോധ കേന്ദ്രമാണെന്നും ഈ അഹംബോധമാണ് പ്രപഞ്ചാത്മാവെന്ന് നമ്മൾ ഭാരതീയർ പറയുന്നത്.
ഈ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് അത് തന്നെ. കാരണസഹിതം നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ. അപ്പൊ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കൊച്ചു പതിപ്പാണ് നമ്മുടെ മനുഷ്യദേഹം. ആ തത്വം നമുക്ക് അറിയണം നമ്മള്. അപ്പൊ ഈ ദേഹത്തിനകത്ത് കുണ്ടലിനി ശക്തി, യോഗമാർഗം എന്നൊക്കെ പറയുന്നത് എന്താ? കുളകുണ്ടലിനി, കുലപഥം, ഇതൊക്കെ എവിടെയാ പറയുന്നത്? അവനവന്റെ ശരീരത്തിൽ തന്നെയാണ്. അപ്പൊ ഇതൊരു പ്രതീകാത്മക പ്രക്രിയയാണ് അല്ലേ. ശ്രീചക്രം എന്ന് പറയുന്ന പ്രപഞ്ചവും അതിന്റെ ഒരു മിനിയേച്ചർ ഫോം ആയിരിക്കുന്ന നമ്മുടെ ശരീരവും. അപ്പൊ ഈ പ്രക്രിയയാണ് നമ്മൾ ശ്രീചക്ര ഉപാസന എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താ? മന്ത്രതന്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അനന്തമാണ് അല്ലെ. നമുക്ക് എങ്ങനെ നമ്മുടെ ചെറിയ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും? അപ്പൊ അതിനെ നമ്മൾ ചെറിയതാക്കി ശ്രീപുരത്ത് നമ്മൾ എന്താക്കി? ചിന്താമണി ഗൃഹമായിട്ട് ഒന്ന് ചെറുതാക്കി അല്ലെ. ആ വീണ്ടും ചെറുതാക്കി അത് എവിടെ കൊണ്ടുവന്നു? നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ ശ്രീവിദ്യ മന്ത്ര തത്വം എന്താണെന്ന് ചോദിച്ചാല് ആ ശ്രീചക്രത്തിന്റെ ബിന്ദു, അതായത് ശിവശക്തി സാമരസ്യമാണ്, അത് ബ്രഹ്മം തന്നെയാണ് എന്ന് സ്പഷ്ടമായിട്ട് നമ്മള് ശ്രീവിദ്യ ഒരു ഉപാസകന് മനസ്സിലാകും. കാരണം അത്രയും നമ്മള് എന്താ പറയാ മനോഹരമായിട്ട് ശ്രീചക്രത്തെ പഠിക്കണം. എന്താണ് ഈ ശക്തി, എവിടെ ഇരിക്കുന്നു അല്ലെ. മനുഷ്യനിലും പ്രപഞ്ചത്തിലും അന്തർലീനമായിരിക്കുന്ന നിഗൂഢ ശക്തികളെ ഉണർത്തണം. അഭൗമമായിട്ടുള്ള സിദ്ധിവിശേഷങ്ങള്, അത്ഭുത ശക്തികളെ ഈ തരത്തിലുള്ള ഉപാസന നമുക്ക് പ്രദാനം ചെയ്യുന്നു. കാരണം ഇത് അവ്യക്ത ബോധം ആ ഒരു എല്ലാരിലും ഉണ്ട്. കാരണം നമുക്ക് ഉപാസന കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലോട്ട് പോയെങ്കിലേ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്താവൂ. എല്ലാവർക്കും ഇതറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിഗൂഢം, രഹസ്യം എന്നൊക്കെ പറയാറില്ലേ. രഹസ്യ ഉപാസന എന്താ അത്? നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്നതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഉപാസന മന്ത്രങ്ങളിലൂടെ, മന്ത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതൊരു വൈബ്രേഷൻ ആണ് അല്ലെ, ഊർജമാണ്. അതിനെ സ്പന്ദിപ്പിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തി നമ്മൾ അകത്തേക്ക് പോയി ഒരു സഞ്ചാരം ചെയ്യുകയാണ്. സഞ്ചാരം ചെയ്ത് ഈ ബിന്ദുവിൽ ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് എത്തുക അല്ലെ. അർത്ഥമറിയാത്ത മന്ത്രങ്ങള്, അമ്പരപ്പിക്കുന്ന വൃത്ത ത്രികോണങ്ങള് അല്ലെ, ആ ഒരു എന്താ പറയാ പത്മങ്ങള്, ഇത് നിർമ്മിക്കപ്പെട്ട ഒരു അത്ഭുത യന്ത്രവിശേഷമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? അതിനിഗൂഢമായിരിക്കുന്ന സാധനാ വിധികള് തന്ത്രശാസ്ത്രത്തിന്റെ മർമ്മ പ്രധാനമായിട്ടുള്ള ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉപാസന മന്ത്രമാണ് ശ്രീവിദ്യാ മന്ത്രം. അപ്പൊ നമ്മൾ ഈ 16 അക്ഷരങ്ങൾ ചേർത്ത് കേട്ടു. അപ്പൊ ഇത് കേട്ടപ്പോ ഇത് എന്താ എന്ന് സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ഇല്ലേ. അമ്മയ്ക്ക് ഇത്രയും ഉപചാരങ്ങൾ കൊടുക്കുന്നു, അമ്മ നമ്മുടെ കൂടെ ഇരിക്കുന്നു, പോവില്ല അല്ലെ. എല്ലാ ഐശ്വര്യങ്ങളും, സരസ്വതി വരുന്നു, ലക്ഷ്മി വരുന്നു, ഇതൊക്കെ ചുമ്മാ വരുന്നതല്ല. ചുമ്മാ വരുത്താനും പറ്റില്ല ഇവരെയൊന്നും. എന്താ ഇത്? ഇത് ഉപാസനാ മന്ത്രമായിരിക്കുന്ന ശ്രീവിദ്യയുടെ ഭാഗമാണ്. കാരണം തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും ഉയർന്ന മന്ത്രമാണ് ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാല് വളരെ നിഗൂഢമായിരിക്കുന്ന അല്ലെങ്കിൽ രഹസ്യത്തിൽ പൊതിഞ്ഞ അഭൗമ ശക്തികളുടെ വിഹാര രംഗമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉപാസനാ പദ്ധതികള്, അതുകൊണ്ടാണ് ആളുകൾ പല രീതിയിൽ ഈ ശ്രീചക്ര ഉപാസനയെ വ്യാഖ്യാനിക്കുന്നത്. അറിയില്ല അവർക്ക് എന്താണെന്നുള്ളത്. അറിഞ്ഞു കഴിഞ്ഞാലോ വളരെ സുഗമമായിട്ട് അമ്മയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു രാജപാതയാണ് ശ്രീചക്ര ഉപാസന അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസന. അപ്പൊ പഴയ കാലത്തും ഇക്കാലത്തും തന്നെ ഭൗതികമായിട്ടുള്ള ഉത്കർഷത്തിന്, ധനസമൃദ്ധിക്ക്, ഐശ്വര്യത്തിന് വേണ്ടി ഈ മാർഗത്തില് കടന്നു വരാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് നാടുവാണിരുന്ന മിക്ക രാജകുടുംബങ്ങളില് അവരെ പിന്തുടർന്ന പ്രഭു കുടുംബങ്ങളില് രഹസ്യമായിട്ട് ശ്രീചക്ര ആരാധനയിൽ ഏർപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ പക്ഷെ പലരും ചിന്തിക്കുന്ന പോലെ ഈ മാർഗത്തിൽ കരഗതമാകുന്ന ഐശ്വര്യം ഭൗതിക സമ്പത്തിനെ അല്ല പറയുന്നത്. അവിടെയാണ് ചെറിയ തെറ്റുകൾ പറ്റുന്നത്. ഈശ്വരീയ അവസ്ഥയാണ് കുറിക്കുന്നത്. ഇത് അധികം ആരും മനസ്സിലാക്കാതെയാണ് ഈ ഉപാസനയിലൂടെ. ഇത് ഭൗതികമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ദേവി ഇരിക്കുന്നിടത്ത് ഭൗതിക ഐശ്വര്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊക്കെ നിസ്സാരാണ്. പക്ഷെ അതിന് ഉയർന്നത് എന്താ? ഈശ്വരീയ അവസ്ഥ. ഈശ്വരീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരിയെ മനസ്സിലാക്കുക. അപ്പൊ ഈ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരുടെ ആ അന്തശക്തി, അന്ധകരണ ശക്തി ഉണരുകയും ഭാഗ്യം കൊണ്ട് അവർ ഉഗ്രസിദ്ധന്മാരായിട്ട് തീരുന്നത് നമുക്ക് കണ്ടുവരാറുള്ളതാണ്. മാത്രമല്ല സാധനാ മാർഗങ്ങളുടെ നിഗൂഢ രഹസ്യങ്ങൾ എല്ലാ മറകളും നീക്കി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവര് പിന്നെ ഒരു തലം കഴിഞ്ഞാല് ദേവതകൾ തന്നെ നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ സാധനകളുടെ എല്ലാം മർമ്മ ബിന്ദുവിനെയാണ് നമ്മൾ ശ്രീചക്ര ആരാധന സ്പർശിക്കുന്നത്. ഈശ്വര പദവിയിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന സാധനാ മാർഗങ്ങളെയാണ്, വഴികളെയാണ് ഈ ഭാരതീയ സംസ്കാരത്തില് ആത്മാവ് അല്ലെങ്കിൽ അതിന്റെ കേന്ദ്ര ബിന്ദു, ആ കേന്ദ്ര ബിന്ദു പദത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്?
ഈ ശ്രീചക്ര ആരാധന തന്നെയാണ്. ഇത് നമുക്ക് സംശയമില്ലാതെ പറയാം. കാരണം നമ്മുടെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ബോധമണ്ഡലത്തെ ഉണർത്തിക്കൊണ്ട് ആ ഈശ്വരനെ അറിയണമെങ്കിൽ എന്തായാലും അവനവന്റെ ശരീരത്തിനുള്ളിൽ മാത്രമേ ഇത് സാധ്യമാവൂ. അപ്പൊ വിവിധ സാധനകളിലെ പ്രത്യേകതകൾ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആ ഒരു സാധകനെ അവന് പരമാനന്ദ അനുഭൂതിയുടെ ആ ഒരു ഉത്തുംഗ ശൃംഗത്തിലേക്ക് നയിക്കുന്ന ശാസ്ത്രീയമായിരിക്കുന്ന ഇതിന് ശാസ്ത്രത്തിന് ഒന്നും ഇതിനകത്ത് തെറ്റ് പറയാനില്ല. എത്രയോ പേര് ശ്രീചക്രത്തെ നമ്മൾ കാണാം, അതിനെ കീറി മുറിച്ച് പഠിച്ചു. എല്ലാവരും എത്തിച്ചേരുന്നത് എവിടെയാ? ഇത് വളരെ ശാസ്ത്രീയമാണ്, തെറ്റല്ലാത്ത കാര്യമാണ്. പലരും വിദേശ രാജ്യങ്ങളിലെ പലയിടത്തും അവര് ആ മന്ത്രം വെച്ചു നോക്കി എന്താണ് ആ യന്ത്രം തെളിഞ്ഞു വരുന്നതെന്ന്. പല ശബ്ദ തരംഗങ്ങളിലൂടെ മന്ത്രം കേൾപ്പിച്ചു. അപ്പൊ തെളിഞ്ഞു വന്നത് എന്താ? ശ്രീചക്രമാണ്. സാക്ഷാൽ പഞ്ചബ്രഹ്മ മഞ്ചത്തിലിരിക്കുന്ന രൂപം വന്നപ്പോ എന്താ? ത്രിപുരസുന്ദരിയുടെ രൂപമാണ്. അപ്പോ ശാസ്ത്രീയ മാർഗ സംവിധാനമാണ് ശ്രീചക്ര ആരാധന. അപ്പോ മനുഷ്യനില് അന്തർലീനമായിരിക്കുന്ന ഈശ്വര ശക്തിയെ ഉണർത്തുകയാണ് ശ്രീചക്ര ഉപാസനയുടെ മാർഗം എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? അവനവന്റെ ശരീരത്തിലാവുമ്പോൾ അതിനെ യോഗ മാർഗം എന്ന് പറയണം, അല്ലെ? യോഗം. ഇപ്പൊ സാധാരണ മനുഷ്യ ശരീരത്തിന്റെ അടിത്തട്ടായിട്ട് വ്യവഹരിച്ചു വരുന്ന മൂലാധാര ചക്രം, അവിടെ 3.5 ചുറ്റായിട്ട് ചുരുണ്ടുകൂടി കുണ്ടലിനി ആ കുണ്ടത്തിലായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഈ ഈശ്വരീയ ശക്തിയെ ഈശ്വരീയ ശക്തി എന്നതാണ് ശരിക്കും ആ ഒരു ഉണർത്തേണ്ടത്, അല്ലെ? അതാണ് യോഗശാസ്ത്രം പറയുന്നത്. അതിന്റെ സങ്കല്പങ്ങള്, അതിനെ ഉണർത്താനുള്ള സാധന മാർഗങ്ങള് ആ ശ്രീചക്ര ഉപാസനയുടെ അഭേദ്യ ഘടകം എന്ന് പറഞ്ഞാൽ ഇതിനെ ഉണർത്തുക എന്നുള്ളതാണ്, ഇത് അറിയുക. അപ്പൊ അതുപോലെ ജപ പൂജ സംവിധാനങ്ങള് ഈ കർമ്മ മാർഗ രഹസ്യങ്ങളാണ്. ശ്രീചക്ര ഉപാസനയുടെ ഊന്നൽ മുഴുവനും ഇതിലാ കൊടുക്കുന്നത്, ജപങ്ങള്, പൂജകള്. ഇതിനെ മന്ത്രതന്ത്രാദി ശാസ്ത്ര രഹസ്യങ്ങൾ ഈ മാർഗത്തിൽ വേണ്ടതുപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് മേരുദണ്ഡത്തിൽ അഥവാ നട്ടെല്ലിന്റെ അന്തർഭാഗത്തുള്ള സുഷുമ്ന നാഡിയിലൂടെ ശിരസ്ഥാനത്തിലേക്ക്, അതായത് സഹസ്രദള പത്മം വരെ ഉയർന്നു പോകുന്ന കുണ്ടലിനി ശക്തിയുടെ ആ സ്പന്ദ വിശേഷങ്ങളുടെ സമാഹാരമാണ് ഈ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത്. ശ്രീവിദ്യ മന്ത്രം എന്നതാണ് ശരിക്കും ഈ മന്ത്രത്തിന്റെ സ്പന്ദനം എവിടുന്നാണ്? മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാരം വരെ നീണ്ടുപോണു, അല്ലെ? അപ്പൊ ശ്രീവിദ്യ മന്ത്രം എന്നാൽ അതിന്റെ മഹത്വത്തിന് കാരണം അതാണ്. മറ്റു ദേവതകളെല്ലാം അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാങ്കല്പിക പരിവർത്തന രൂപങ്ങൾ മാത്രമാണ്. ശ്രീവിദ്യ മന്ത്രം മാതാവാണെന്ന് പറയുമ്പോൾ മാതാവാണ് ജന്മത്തിന് കാരണം, അല്ലെ? എല്ലാ മന്ത്രങ്ങളും, 7 കോടി മന്ത്രങ്ങള് എല്ലാം ഈ മന്ത്രത്തിൽ നിന്നാണ്. മറ്റു ദേവതകളെല്ലാം വരുന്നത് ഈ ജഗദംബിക ജഗൻ മാതാവിൽ നിന്നാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഏകം സത് വിപ്ര ബഹുദാ വദന്തി. ഈ വേദവചനത്തിൽ ഏകം എന്ന് പറയുന്നത് അത്തരത്തിലൊരു ശ്രീവിദ്യയുടെ സൂക്ഷ്മ രൂപത്തെയാണ്, അല്ലെങ്കിൽ അതിന്റെ ധ്യാന മാർഗങ്ങളാണ്. പരിവസ്യ രഹസ്യത്തിൽ ഇത് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗായത്രി ഉപാസന എന്ന് പറയുന്നത് വേദമാർഗത്തിന്റെ കാതലാണെങ്കിൽ ആ ഉപാസന ശരിക്കും പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോധമണ്ഡലത്തെ പ്രചോദിപ്പിക്കുകയാണ്, അല്ലെ? അത് നമുക്കറിയാം. ഗായത്രി എന്താ? പ്രചോദിതമായിരിക്കുന്ന ബുദ്ധി, ധിയോ യോന പ്രചോദയാ. അപ്പൊ സർവം നമുക്കറിയാം അതിന്റെ അർത്ഥം ഇതാണ്. അപ്പൊ ഗായത്രിയും ശ്രീവിദ്യയും ഒരേ പൊരുളാണ്. സാധാരണ ഗായത്രിയിൽ മൂന്ന് പാദം കൊണ്ട് അവസാനിക്കുന്നെങ്കിൽ ഇതിന്റെ തുരീയ, അതായത് ചതുർപാദം എന്ന് പറയുന്നത് പൂർണ്ണ രൂപമാണ് ശ്രീവിദ്യ മന്ത്രം. ഭാസ്കരരായർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? വരുവസ്യ രഹസ്യത്തിലും മറ്റും. അപ്പോ 4ാമത്തെ പാദം, ഇപ്പൊ നമ്മൾ 3 പാദങ്ങൾ ഉണർന്നാൽ പോരാ, നമുക്ക് 4ാമത്തെ തുല്യ പാദത്തിൽ എത്തണം, അല്ലെ? അപ്പൊ ദേവിയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? പാശ അങ്കുശങ്ങള്, ധനുർബാണങ്ങളാകുന്ന ആയുധങ്ങൾ ധരിച്ച് ആ അമൃതാർണവ മധ്യത്തില് ശിവാകാര മഞ്ചത്തില് അരുണവർണ്ണമായിട്ട് ഇരുന്നരുളുന്ന പരാശക്തിയുടെ ആ ദിവ്യ കോമള രൂപം ആഗമതന്ത്രങ്ങളിലും പുരാണങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭക്തിയോഗത്തിന്റെ ആ ഒരു ഉത്തുംഗ ശൃംഗത്തിലേക്ക് സാധകനെ ഇത് ഉയർത്താൻ പര്യാപ്തമാണ് ഈ രൂപം തന്നെ. അപ്പോ എന്താ പറയാ, മോക്ഷം അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ട്, മോക്ഷമാണ് നമുക്ക് ഉപാധി മാർഗം. ഈ ഉപാധി നമ്മൾ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പ്രയോഗിക്കുന്നെങ്കിൽ അത് ഉയർന്ന സാധകരാണ്, അല്ലെ? ഇത് മോക്ഷം വേണം എനിക്ക്, അല്ലെ? ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അമ്മയെ അറിയണം. ഈ ഉയർന്ന സാധനങ്ങള് ഭോഗസുഖങ്ങളിൽ നിന്നും വിരമിച്ച് മാറി നിൽക്കുമ്പോൾ ഈ ഒരു സാധനാ മാർഗം എന്താ? രണ്ടും കൊടുക്കും. കാരണം ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ, ഭോഗങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലോ, അമ്മ പ്രകൃതി സ്വരൂപിണിയാണ്, അമ്മയ്ക്ക് തന്നേ പറ്റുള്ളൂ, അല്ലെ? ഭോഗങ്ങളും കൊടുക്കും, മോക്ഷത്തെയും കൊടുക്കും, രണ്ടും.
ആ സമഞ്ജസമായിട്ട് ഒരു ഇന്ദ്രജാലക്കാരന്റെ വൈദഗ്ധ്യത്തോടു കൂടി ഇത് കൊടുക്കും എന്നാ പറയുന്നത്. എത്രാസ്തി ഭോഗേ നച തത്ര മോക്ഷഃ, എത്രാസ്തി മോക്ഷോ നച തത്ര ഭോഗഃ, ശ്രീ സുന്ദരി സേവന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ. ഈ സുന്ദരിയെ, ത്രിപുര സുന്ദരിയെ പൂജിക്കുന്നവർക്ക് എന്താ കൊടുക്കുന്ന? രണ്ടും കൊടുക്കും, ഭോഗവും കൊടുക്കും, മോക്ഷവും കൊടുക്കും. അപ്പൊ ഈ ഭാരതീയ ഋഷിമാരുടെ പ്രപഞ്ച ദർശനമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. എന്താ ഈ ശ്രീചക്രം നമ്മുടെ ശരീരവും പ്രധാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ ഭൂമണ്ഡലം ഉൾപ്പെടെയുള്ള കോടാനുകോടി നക്ഷത്ര ഗോളങ്ങൾ അടക്കിയ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അല്ലെ, അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അത് ഉൾപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ ഭൗതിക തലം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇത് കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവും. കാരണം ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ചാല് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റം അല്ലെ, അണുക്കളെ കൊണ്ടുണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ രസതന്ത്ര അണുക്കളെ, കെമിക്കൽ ആറ്റംസ് എന്ന് പറയുന്നത് വിവിധ രീതിയിലുള്ള സങ്കലനങ്ങൾ, അതായത് പദാർത്ഥത്തിന്റെ പരമകണങ്ങളായിരിക്കുന്ന മോളിക്യൂൾസ് സൃഷ്ടിക്കുന്നു അല്ലെ. ഈ ഘടകത്തെ ഇന്നത്തെ മലയാള ശാസ്ത്ര സാഹിത്യത്തിൽ തന്മാത്രകൾ എന്നാ വിളിക്കുന്നത്, പഞ്ചതന്മാത്രകള്. അത് അബദ്ധമാണ്. കാരണം ആ പദത്തിന് മറ്റൊരർത്ഥമാണ് ഇവിടെ. കാരണം നമ്മുടെ പൗരാണിക ഭാഷയിൽ 1, 2, 3 അതിലധികമായിട്ട് മൂലകങ്ങൾ പറയുന്നുണ്ട് ഇല്ലെ, കെമിക്കൽ എലിമെന്റ്. ഇപ്പൊ വ്യത്യസ്ത മൂലകങ്ങളുടെ അണുക്കൾ ചേർന്നുണ്ടാകുന്ന ഒരു അണുസംഘാതം, അതിനെയാണ് നമ്മൾ മോളിക്യൂൾ അല്ലെ. എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? അത് ഈ മോളിക്യൂൾസ് കൊണ്ടാണ് ഇല്ലെ. പരസ്പരം കെട്ടിപ്പിണഞ്ഞ് ചലിക്കാൻ തന്നെ അസ്വതന്ത്രമായിട്ട് നിൽക്കുന്ന അവസ്ഥ, അതിനെയാണ് പൂർവികര് എന്താ പറഞ്ഞിരിക്കുന്നത്? പൃഥ്വി തലം, ഈ ഭൂമി തത്വം. അപ്പൊ പൃഥ്വിഭൂതം എന്ന് പറഞ്ഞു വരുന്ന അതിനെയാണ്. അപ്പൊ അതിനപ്പുറത്തുള്ള ഒരു അവസ്ഥയില് ഈ അസ്വതന്ത്രാവസ്ഥ മാറ്റി ഒരുവിധം ചലന സ്വാതന്ത്ര്യം, ഇല്ലെങ്കിൽ ഈ അണുസംഘാതങ്ങൾ അനുഭവിക്കണം. കാരണം ഇവിടെ ചേർന്നിരിക്കണം. അതിനെന്താ പറയുന്ന, ഒട്ടും അനങ്ങാൻ പോലും പറ്റുന്നില്ല അല്ലെ. രണ്ടാമത്തെ ഭാഗത്തിൽ എന്താ, കുറച്ചൊക്കെ അനങ്ങാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ജലാവസ്ഥ എന്ന് നമ്മുടെ പൂർവികരുടെ ഭാഷയിൽ പറഞ്ഞാല് ഇന്നത്തെ ദ്രാവകങ്ങൾ അല്ലെ, അതായത് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടു? ഭൂമിയെ കണ്ടു ഇല്ലേ. ആ എല്ലാം നമ്മൾ അചലമായിട്ട് തോന്നും, പർവ്വതം ഇല്ലേ, എത്ര കല്ലുകൾ, ഇതൊക്കെ നമുക്ക് ചലിക്കാത്തതാണെന്ന് തോന്നും. പക്ഷെ അതിന്റെ ഉള്ളിലോ അത് ചലിക്കാൻ പറ്റാത്തത്രയും തിക്ലി പാക്ഡ് ആണെന്ന് അർത്ഥം. അത് അനങ്ങാൻ പറ്റാതിരിക്കണം. അതുകൊണ്ടാണ് അത് അചേതനമാണെന്ന് നമുക്ക് തോന്നുന്നത്. അതിനകത്ത് മോളിക്യൂൾസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ തലത്തിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോ എന്താണ്, കുറച്ചുകൂടി ചലിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒഴുകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ജലാവസ്ഥ. അപ്പൊ ഈ ജലാവസ്ഥയുടെ അപ്പുറത്തുള്ള ആണവ അവസ്ഥയിലാണ് അതായത് രാസപരിണാമങ്ങൾ സംഭവിക്കുന്നത്. അവിടെ അണുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ച് മോളിക്യൂൾസ് ആക്കുന്ന കണ്ണികൾ പൊട്ടിപ്പോവുകയും ചിലപ്പോൾ വേറൊരു വിധത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ തലം, അഗ്നിതലം, അഗ്നിഭൂതം, പഞ്ചഭൂതങ്ങളിൽ മൂന്നാമത്തെ ഭൂതം ഇല്ലേ. ഈ അഗ്നിതലത്തിന്റെ ഘടകം എന്ന് പറഞ്ഞാൽ എന്താ? രസതന്ത്രാണുക്കൾ തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാല് പൃഥ്വി ജല തലങ്ങളുടെ ആ ഒരു അന്തർയാമിയായിട്ട് വർത്തിക്കുന്നത് ഈ അഗ്നിമണ്ഡലമാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഘനദ്രാവക വാതകാത്മകമായിരിക്കുന്ന ഈ സമൂല പ്രപഞ്ചതലം. അപ്പൊ ആണവതലം എന്ന് പറയാം നമുക്ക് അല്ലെ. ഇപ്പൊ പൗരാണിക ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചതലത്തെ അഗ്നിമണ്ഡലമായിട്ടാണ് വിളിക്കുന്നത്, അഗ്നിമണ്ഡലം. അപ്പൊ പ്രപഞ്ചം സംഹരിക്കപ്പെടുമ്പോൾ ഈ അഗ്നിമണ്ഡലമാണ് ആദ്യം ഇളകുന്നത്. അപ്പൊ സൃഷ്ടി പ്രക്രിയയിൽ ഈ പ്രപഞ്ചം ഘനദ്രവ്യ വാതകങ്ങളായിട്ട് ഉറയ്ക്കുമ്പോൾ ഈ അഗ്നിമണ്ഡലം എന്ന് പറയുന്നത് എന്താ? നിഷ്ക്രിയമായിട്ടിരിക്കുകയാണ്. അതായത് പ്രപഞ്ചത്തിന്റെ അന്തർയാമിയായിട്ട് അത് ഉറങ്ങിക്കിടക്കണു. ഇപ്പൊ സാധാരണ ഓക്സിജൻ അല്ലെങ്കിൽ പ്രാണവായു ഇല്ലേ, അതിന്റെ സംയോഗം കൊണ്ട് തീയ് ഈ അഗ്നിയുടെ പ്രതീകമായിട്ട് ഇവിടെ കണക്കാക്കാം. ഇപ്പൊ പൗരാണികർ ഈ തീയെ അല്ലെങ്കിൽ ഫയറിനെ എന്താ മൊത്തത്തില് രാസപരിണാമ പ്രക്രിയയില് പ്രവർത്തനമാകുന്ന ശക്തിവിശേഷങ്ങളാണ് അഗ്നി എന്ന് പറഞ്ഞു വരുന്നത്. ഈ രാസപരിണാമ പ്രക്രിയയിൽ എവിടെയും രസതന്ത്രാണുക്കളെ നമുക്ക് കാണാൻ കഴിയും. ഈ നിലയെ താണ്ടിപ്പോയാല് ആ എന്താ പറയാ, അണുഭേദനം, സ്പ്ലിറ്റിംഗ് ഓഫ് ദി ആറ്റം. അപ്പൊ ഇത് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മതലമാണ്. ഇപ്പൊ നമ്മൾ സൂക്ഷ്മതലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ സൂക്ഷ്മതലത്തിലേക്ക്, ഈ തലത്തില് എന്താ പറയാ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ ഇതിനെ രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ വീണ്ടും അതിന്റെ താഴത്തെ നിലയിലേക്ക് പോയി ഇല്ലേ. അവയെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജമാണ് ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും എന്താ പറയാ, ആ ഒരു അന്തിമമായിരിക്കുന്ന ആ വിശ്ലേഷണത്തില് ഒന്ന് തന്നെയാണ് അല്ലെ, വ്യത്യസ്തങ്ങളല്ല, ഒന്ന് തന്നെയാണ് രണ്ടാവുന്നത്. ഇതുപോലെ നമുക്കിത് പലതും ഫിസിക്സിൽ ഇത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ പദാർത്ഥം എന്ന് പറയുന്ന മാറ്റർ,
അഗ്നിയിലൂടെ രാസപരിണാമങ്ങൾക്ക് വിധേയമായി അതിന്റെ ഉപരിതലത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ മാറ്റർ അഥവാ പദാർത്ഥം എന്ന ആ നില വിടുകയും ഊർജത്തിന്റെ, അതായത് എനർജി എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഊർജ ലോകമാണ് ദൃശ്യമായിരിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് തത്വങ്ങളും അന്യോന്യം എന്താ പറയാ പരിവർത്തനക്ഷമങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ E ഈസ് ഈക്വൽ ടു mc² എന്ന് പറയുന്നത്. ഇത് ബേസിക് തത്വമാണ് ശ്രീചക്രത്തിന്റെ. എനർജി ഈസ് ഈക്വൽ ടു mc². ഈ പ്രസിദ്ധമായിട്ടുള്ള ഐൻസ്റ്റീന്റെ സമവാക്യം ഈ പ്രക്രിയയാണ് കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ബോധതലം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സ്ഥൂല പ്രപഞ്ചം എന്ന് പറയുന്ന ഈ ഊർജ തലത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. നമ്മൾ താഴോട്ട് 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 പോയപ്പോ ഇപ്പൊ എന്താ കണ്ടത്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കണ്ടു അല്ലെ? അപ്പൊ ഈ പുറത്തേക്ക് വന്ന സ്ഥൂലം, നമുക്ക് സ്ഥൂലം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ഈ ഊർജ തലത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഈ ഊർജത്തിന്റെ ഏതാണ്ട് ഒരു ഘനീഭൂത അവസ്ഥയാണ് ഈ പറയുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോ ഈ പരമ ഊർജത്തിൻ്റെതായിട്ടിരിക്കുന്ന ആ ഒരു മണ്ഡലം നമുക്ക് ഗോചരമല്ല അല്ലെ? സ്ഥൂല പ്രപഞ്ചത്തിനകത്തും പുറത്തും അത് ഉണ്ട്. ഓതപ്രോതമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇഴ പോലെ നമ്മൾ മുണ്ടൊക്കെ നെയ്യുമ്പോൾ അതിന്റെ ഊടും പാവും പോലെ ഈ ഊർജ മണ്ഡലം ഈ നമ്മൾ കാണപ്പെടുന്ന വസ്തുക്കളിലും കാണപ്പെടാത്ത വസ്തുക്കളിലും എല്ലാം അദൃശ്യമായിട്ടൊരു നൂലിഴ പോലെ ചേർത്തിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ മണ്ഡലത്തെയാണ് നമ്മൾ പൂർവികര് സൂര്യമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൗരയൂഥത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഊർജ്ജതലത്തിന്റെ, അതായത് സൂര്യമണ്ഡലത്തിന്റെ കേന്ദ്ര ബിന്ദു നമ്മൾ കാണുന്ന സൂര്യഗോളം തന്നെയാണ്. ഇനി എന്താണ്? ഇപ്പൊ നമ്മൾ അഗ്നിമണ്ഡലം കണ്ടു, സൂര്യമണ്ഡലം കണ്ടു. ഇനി എന്താണ്? നമ്മുടെ മാനസിക തലമായിരിക്കുന്ന സോമമണ്ഡലം. ഇത് ഞാൻ പറയുന്നത് പ്രപഞ്ചത്തിന്റെ 3 തലങ്ങള്, മനുഷ്യ ശരീരത്തിൽ വരുന്ന 3 തലങ്ങള്. ഇതിനെയാണ് ദേവിയുടെ പഞ്ചദശി മന്ത്രത്തിന്റെ 3 ഖണ്ഡങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായെങ്കിലല്ലേ നമുക്ക് ആ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് കാണാൻ സാധിക്കുള്ളൂ. ഇനി 3ാമത്തെ മണ്ഡലത്തെ നമ്മൾ സോമമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂര്യമണ്ഡലത്തെ, അതായത് നമ്മുടെ ആധുനിക ശാസ്ത്രത്തിന് പരിചയമുണ്ട്. കാരണം ഇതിന്റെ അടിത്തറയായിട്ട് വിരാജിക്കുന്ന എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാശ്ചാത്യ സംസ്കാരത്തിന് സാധാരണക്കാർക്ക് ഭാവന ചെയ്യാൻ വിഷമമായിരിക്കുന്ന ആ ഒരു എന്താ പറയാ സ്ഥലകാല ചിഹ്നമായിരിക്കുന്ന ആകാശം, അതായത് നമ്മൾ സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയും, ആകാശ തത്വം. സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആകാശമല്ല, നമ്മൾ ഈ മേഘങ്ങൾ പോകുന്ന ആകാശമല്ല. നമ്മുടെ ഉള്ളിൽ ആകാശമുണ്ട്, അതിനാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. എല്ലാത്തിന്റെ ഇടയിലും ഒരു നിശ്ചിത അകലമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ 95% സ്പേസ് ആണ്. അതുകൊണ്ടാണ് നമ്മളെ കത്തിക്കുമ്പോൾ ഇത്ര ഒരു 100 കിലോ ഉള്ള ഒരാളിനെ കത്തിച്ച 68 ഗ്രാം ചാരമാണ് കിട്ടുന്നത്. എന്താ? ഇതിനകത്ത് മുഴുവൻ സ്പേസ് ആണ്. ആ ബാക്കി ഒരു 72% ജലമാണ്. അപ്പൊ നമ്മൾ ഈ കാണപ്പെടുന്ന വസ്തു എന്ന് പറയുമ്പോൾ അത് ഇല്ലാതായി തീർന്നാൽ വളരെ നിസ്സാരമായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോവുകയാണ്. അപ്പൊ ഈ എല്ലാത്തിന്റെയും ഉറവിടം എവിടെയാണ്? ഈ സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയുന്നത് ആകാശമാണ്. അപ്പൊ അതിന്റെ എന്താ പറയാ ആ ഒരു ഭേദങ്ങള്, അതിന്റെ ആ ഒരു ക്രമീകരണത്തില് ആ ഒരു ഗുരുത്വാകർഷണമായിട്ട് മറ്റും നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐൻസ്റ്റീന്റെ ആ ഒരു റിലേറ്റിവിറ്റി തിയറിയൊക്കെ ഇവിടെ പറയുന്നത്. കാരണം ഈ ശ്രീചക്രം പറയുമ്പോൾ എല്ലാവരും പറയുന്നതാണ് E ഈക്വൽ ടു mc², ഈ റിലേറ്റിവിറ്റി തിയറി. അപ്പൊ ആ സിദ്ധാന്തത്തിന്റെ തെളിവെടുപ്പ് വന്ന് അവര് പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അല്ലേ? പക്ഷെ ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ ഇതിനു മുമ്പേ പറഞ്ഞു വെച്ചിരുന്നു. കാരണം ഈ ആകാശമാണ് പ്രപഞ്ചോർജ തലത്തിന്റെ ഉപരിതലം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ആകാശത്തിന്റെ ഉത്ഭൂതമാകുന്ന സ്പന്ദങ്ങൾ തന്നെയാണ് ഏതോ അജ്ഞാത കാരണങ്ങൾ കൊണ്ട്, നമുക്കറിയില്ല എന്താണെന്ന്, ആ ഊർജം, അത് എനർജി, ഊർജത്തെയാണ് നമ്മൾ എനർജി എന്ന് പറഞ്ഞ, പദാർത്ഥം എന്ന് പറഞ്ഞ മാറ്റർ. നമ്മൾ ശിവനും ശക്തി എന്ന് പറയുന്ന എനർജി മാറ്റർ, അതായത് സൂര്യ അഗ്നി മണ്ഡലങ്ങളായിട്ട് പരിണമിച്ച് ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ സ്ഥൂല സൂക്ഷ്മങ്ങളായിട്ട് തീരുന്നത്. ഇത് കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മളൊന്ന് ഭാവന ചെയ്യണം. എന്നാൽ ചുമ്മാ നമ്മൾ സ്ഥൂലം, സൂക്ഷ്മം, ശിവൻ, ശക്തി എന്നൊക്കെ പേര് കൊടുക്കുമ്പോൾ എന്താണിത് അല്ലേ? അതായത് ഈ പ്രപഞ്ചത്തിലെ പരിവർത്തനം നടക്കുന്നത് ദൃഷ്ടാവ് എന്ന സത്തയാണ്. അത് അറിയാലോ, ദൃഷ്ടാവ് എന്ന സത്ത എന്ന് പറഞ്ഞാല് ദൃഷ്ടാവിന്റെ ശരീരമല്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ശരീരം സ്ഥൂലമാണ്, അത് അദ്ദേഹത്തിന്റെ മനോവ്യാപാരത്തെയാ പറയുന്നത്. ദൃശ്യപ്രപഞ്ചത്തെ മാറ്റുന്ന ശക്തിവിശേഷം എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഒരു വകഭേദമായിട്ട് നമ്മൾ കണക്കാക്കണം. അതിന്റെ ഉത്ഭവസ്ഥാനം, അതായത് ദ്രഷ്ടാവിന്റെ മനസ്സ് എന്ന് പറയുന്ന ഘടകമാണ്. ദ്രഷ്ടാവാര?
ഈ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും ദ്രഷ്ടാവ്, കാണുന്ന, അതിന്റെ ഊർജ കേന്ദ്രം, അതിന്റെ പ്രഭവസ്ഥാനം. അതിനെയാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലെ? ദേവിയുടെ സങ്കല്പമാണ് പ്രപഞ്ചം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഘടകത്തിൽ നിന്നാണ് ഊർജം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ ആർഷമതം പറയുന്നതാണ്. അപ്പൊ ഗണിതശാസ്ത്രം എന്താ പറയാ, ഇതിനെ തെളിയിച്ചിട്ടുണ്ട്. എല്ലാ നിഗമനങ്ങളും ഇത് സത്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയധികം മുന്നോട്ട് എന്താ പറയാ, പോയ ഒരു ശാസ്ത്രമാണിത്. അപ്പൊ അതിന്റെ എന്താ പറയാ, പാശ്ചാത്യ ശാസ്ത്രം പറയുന്നതിന് മുമ്പേ തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു മാനസിക തലമുണ്ട്. അതായത് മനോമണ്ഡലം, മൈൻഡ് പ്ലെയിൻ എന്ന് പറയും നമ്മള്, ഉണ്ടെന്ന് നമ്മുടെ ഋഷീശ്വരന്മാര് ലളിതാ സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഭാരതീയ ചിന്തകൾ മെടഞ്ഞെടുത്ത് ആ മാനസിക തലത്തിൽ നിന്നും പരിണമിച്ചുണ്ടായതാണ് പ്രപഞ്ചത്തിന്റെ ഊർജതലം. അപ്പൊ ഏതുപോലെ മനുഷ്യ ശരീരത്തിന്റെ ഭൗതിക പിണ്ഡം എന്ന് പറയുന്നത് ആ ഭൂതപ്രപഞ്ചത്തിന്റെ മെറ്റീരിയൽ യൂണിവേഴ്സ്, ആ പിണ്ഡത്തിന് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഊർജ പിണ്ഡം, അതായത് പ്രപഞ്ചോർജത്തിന്റെ, യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ഭാഗമാണ്. അതേ വിധത്തിൽ മനുഷ്യ മനസ്സും പ്രപഞ്ച മനസ്സിന്റെ ഒരു ഭാഗമാണ്. വളരെ കറക്റ്റ് ആണ്, അല്ലെ? ഹിപ്നോട്ടിസം ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ഒരാൾക്ക് വേറൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന എന്താ? പ്രപഞ്ച മനസ്സാണ്. അപ്പൊ യൂണിവേഴ്സിന് ഒരു മനസ്സുണ്ട്, അതിന്റെ ഭാഗമാണ് നമ്മുടെ മനസ്സ്, അല്ലെ? പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന എന്താ? നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സൂക്ഷ്മ കർമ്മങ്ങളാണ്, സൂക്ഷ്മ ശരീരമാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ മാനസിക തലത്തെയാണ് ഇവിടെ പൗരാണികര് ചന്ദ്രമണ്ഡലം എന്ന് വിളിച്ചത്. അപ്പൊ പ്രപഞ്ചം എന്നത് വെറും ഒരു യന്ത്ര സംവിധാനം അല്ല, ഒരു മെക്കാനിക്കൽ എന്താ പറയാ, ഒരു മെഷീൻ ഒന്നും അല്ലത്. അതിന്റെ പിന്നിൽ ഒരു പ്രപഞ്ച മനസ്സ് അതിനെ നിയന്ത്രിക്കുന്നു. എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത്? എന്താ കാറ്റ് ചലിക്കാൻ കാരണം? സമുദ്രത്തിൽ വേലിയിറക്കം, ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഗ്രഹങ്ങളും, അല്ലെ? സൂര്യൻ, ചന്ദ്രൻ, ഇതൊക്കെ ഇങ്ങനെ, ഭൂമി അതിന്റെ അച്ചുതണ്ടി കറങ്ങണം. അപ്പൊ ഒരു ശക്തി കേന്ദ്രമുണ്ട്. ആ ശക്തി കേന്ദ്രം ഇല്ലാതെ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നത്? പ്രപഞ്ചം നമ്മളാണോ പ്രവർത്തിപ്പിക്കുന്നത്? അല്ല. ഇത് നമ്മൾ നോക്കിയാൽ മതി. കാരണം ഈ പ്രവർത്തിക്കുന്നതിന് പിന്നില് ഒരു പ്രപഞ്ച മനസ്സ്, അതാണ് നമ്മൾ ഈശ്വരൻ. അതിനെ നമുക്ക് അനുഭവവേദ്യമാക്കാം. നമ്മളും കൂടെ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ ഭൗതികം, ഊർജം, മനസ്സ്, അല്ലെ? മാറ്റർ, എനർജി, മൈൻഡ് എന്നൊക്കെ പറയുന്നത്. പ്രപഞ്ചത്തിനുമുണ്ട്, നമുക്കുമുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അതിന്റെ ഭാഗമാണ് നമ്മൾ. എന്തുകൊണ്ട് പ്രകൃതിയാണ് നമ്മളെന്ന് പറയാൻ കാരണം, ഇത് രണ്ടും തമ്മിൽ അഭേദ്യമായിട്ട്, ഭേദിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മുടെ ശരീരം വിടുമ്പോൾ ഇത് തിരിച്ച് ഈ പ്രപഞ്ചത്തിലാണ് ചേരുന്നത്. അപ്പൊ അഗ്നി, സൂര്യ, സോമ മണ്ഡലങ്ങൾ ഈ പ്രപഞ്ചത്തിനുമുണ്ട്, നമുക്കുമുണ്ട്. ഈ 3 തലങ്ങളെയാണ് ക്രമേണ ഭൂർ സ്വർ ലോകങ്ങളായിട്ട് വൈദിക ഭാഷയിൽ പറയുന്നത്. ഗായത്രി മന്ത്രത്തിന്റെ 3 പാദങ്ങളായിട്ട്. അവയെ നമ്മൾ വ്യാകൃതികൾ എന്നാണ് പറയാറുള്ളത്, അല്ലെ? ഈ മാനസിക തലത്തിന്റെ ഉൽപ്പത്തി സ്ഥാനം എവിടെയാണ്? ഞാൻ, അല്ലെ? അഹംബോധത്തിലാണ് ഞാൻ എന്നുള്ള എല്ലാം. ഈ പ്രപഞ്ചമാണെങ്കിലും അഹം, അല്ലെ? പ്രപഞ്ചം എവിടുന്നാ ഉണ്ടായത്? എന്നിൽ നിന്നുണ്ടായി. ഞാൻ ആര്? ഇതാണ് ചോദിക്കുന്നത്. അപ്പോ ഈ എല്ലാത്തിനും ഉൽപ്പത്തി സ്ഥാനം എന്ന് പറയുന്നത് ഈ അഹംബോധമാണ്. പ്രപഞ്ച മനസ്സിന്റെ കേന്ദ്രസ്ഥാനത്ത് ആ തലത്തിൽ ഉൽപ്പത്തി സ്ഥാനമായിട്ട് വിരാജിക്കുന്ന ഒരു ശുദ്ധ ബോധ കേന്ദ്രമുണ്ട്. പ്രപഞ്ചത്തിന്റെ, അതായത് ഈ അഹംബോധം തന്നെയാണ് പ്രപഞ്ചാത്മാവ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഭാരതീയര് നമ്മൾ പറയുന്ന ഈശ്വരന്റെയും അപ്പുറത്ത് ഈ പരിണാമ ശൃംഖലയുടെ തുടക്കത്തിന് മുമ്പ് ഇതിന്റെ എല്ലാം ഉൽപ്പത്തിക്ക് ആ ഒരു സ്ഥാനമായിട്ട്, കേന്ദ്രമായിട്ട് വിരാജിക്കുന്ന ആ ഒരു അവസ്ഥയെ, അതിനെയാണ് നമ്മൾ ബ്രഹ്മം, അല്ലെ? നമ്മുടെ ദേവിയെ ബ്രഹ്മവിദ്യാ സ്വരൂപിണി. ബ്രഹ്മം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ബൃഹത്തായിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റാത്തത്, നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്, നമ്മളൊക്കെ പരിണമിച്ചുണ്ടായ കാര്യങ്ങളാണ്. ഇതിനെല്ലാം കാരണമായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പഞ്ചകോശങ്ങൾ നോക്കിയാലോ, പിണ്ടാണ്ടത്തിലും ഇതേ ബ്രഹ്മാണ്ടത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾ തന്നെയാണ് പ്രതിഫലിക്കുന്നത്, അല്ലെ? ആ ഒരു നിബദ്ധമായിരിക്കുന്ന ഈ ഭൗതിക ശരീരം, അതിന്റെ അകത്തും പുറത്തും ഒരു ഊർജകോശം, അല്ലെ? ആ ഒരു ഊർജകോശമുണ്ട്, വളരെ എളുപ്പത്തിൽ നമുക്ക് സ്ഥാപിക്കാം. കാരണം എന്താ? കാരണം ആ ഊർജകോശം കൊണ്ട് നമുക്ക് സ്ഥൂല ശരീരം കഴിഞ്ഞിട്ട് നമ്മൾ എനർജി ബോഡി എന്ന് പറയാറുണ്ട്. നാഡീ ഞരമ്പുകൾ ഒഴുകുന്ന നമ്മുടെ വൈദ്യുതി ശക്തി നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഒരു കാന്ത വൈദ്യുതി വലയം, അല്ലെ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ഏത് ശാസ്ത്ര വിദ്യാർത്ഥിക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ്. ആ വലയം, ആ ഫീൽഡ്, അത് സങ്കല്പമല്ല, അത് ഉള്ളതാണ്. എന്തുകൊണ്ടാ?
ഈ നമ്മുടെ ഉള്ളില് ഈ ആത്മാവെന്ന് പറയുന്ന ആ ബ്രഹ്മതത്വം ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ആ വെളിച്ചവും ചൂടും അല്ലെ, ഇലക്ട്രിസിറ്റി വേവ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയില് ആ ഒരു കിർലിയൻ ഫോട്ടോഗ്രാഫി ഈ ഊർജ പിണ്ഡത്തെ, അതായത് നമ്മുടെ എനർജി ബോഡി ഫോട്ടോഗ്രാഫിയിലേക്ക് പകർത്തി തന്നിട്ടുണ്ട്. ഇതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ ഈ ഊർജ പിണ്ഡം നാഡീ ഞരമ്പുകളിലൂടെയും തലച്ചോറിന്റെ മൂല ഘടകങ്ങളായിരിക്കുന്ന ന്യൂറോണുകളിലൂടെയും പ്രകടമാകുന്ന വൈദ്യുതി ശക്തി പരിണിത ഫലമെന്നും അതിന്റെ കാരണമാണ് നമുക്ക് വ്യാഖ്യാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആഹാരത്തെ എന്താ പറയാ പലതാക്കി മാറ്റുന്നു, പലയിടത്ത് കൊടുക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ ആ ഒരു ഊർജതലം, നമ്മുടെ ചിന്തകള്, പ്രവൃത്തി, ഇതെല്ലാത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഈ വൈദ്യുതി ശക്തിയുടെ ഒരു മൂലതരംഗമുണ്ട്. ഈ വൈദ്യുതി ശക്തി എവിടുന്നാ വന്നത്? ഇതിന്റെ എല്ലാം പ്രഭവസ്ഥാനം നമുക്ക് കണ്ടു ഇല്ലേ? ഈ ബാഹ്യ പ്രപഞ്ചത്തിൽ ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേരാണ് നമ്മൾ ബ്രഹ്മം എന്ന് കണ്ടു. അപ്പൊ അതിന്റെ ഒരു ഭാഗം, ഒരു ചെറിയ കണിക നമ്മുടെ പൂർണ്ണമായിരിക്കുന്ന, ചെറുതെന്ന് പറയാൻ പറ്റില്ല, അതേ രൂപത്തില്, പക്ഷെ അതിന്റെ നമ്മുടെ വലിപ്പം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു കണിക, അതിൽ നിന്നാണ് ഈ ഇലക്ട്രിസിറ്റിയും പ്രകാശവും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്നത്. അപ്പൊ മാംസനിബദ്ധമായിരിക്കുന്ന ഈ ശരീരം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ പരിണിത രൂപമാണെങ്കിൽ എന്ത് വേണം? ഈ ശക്തി ഇതിന്റെ ഉള്ളിൽ വേണം, അല്ലെ? ഇതിനെയാണ് നമ്മൾ അന്നമയ കോശം എന്ന് പറയുന്നത്. ഈ അന്നമയ കോശത്തിനകത്തും പുറത്തുമായിട്ട് വ്യാപിച്ചു നിൽക്കുന്ന 6 അങ്കുലം, നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശരീരം സഹസ്രാര പത്മത്തിന്റെ 6 അങ്കുലം മുകളിലാണ് മഹാബൈന്ദവ സ്ഥാനം. നമ്മുടെ ചുറ്റും ഒരു ഓറയുണ്ട്. 6 അങ്കുലത്തിന്റെ ചുറ്റുമായിട്ട് നമ്മുടെ ഇരിക്കുന്ന ശരീരം, ഇല്ലെങ്കിൽ നിൽക്കുന്ന ശരീരം, അതിന്റെ ചുറ്റും 6 അങ്കുലത്തില് കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ഓറയുണ്ട്. ഈ ഊർജപിണ്ഡം, ഇതിനാണ് നമ്മൾ എന്താ പറയുക എനർജി ബോഡി എന്ന് പറയുന്നത്. അത് എവിടുന്നാ വന്നേക്കുന്നത്? അകത്തുനിന്നാ വന്നിരിക്കുന്നത്. അപ്പൊ ഭാരതീയരുടെ പ്രാണമയ കോശം, നമ്മൾ അന്നമയ കോശം കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്? പ്രാണമയ കോശം, അല്ലെ? അതിന്റെ ചലനങ്ങൾക്കനുസരിച്ച് അന്നമയ കോശത്തിലെ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് അതിന്റെ വാസ്തവം. ഇത് രണ്ടും പ്രപഞ്ച ഘടകത്തിന്റെ ആ ഭൗതിക പിണ്ഡത്തോടും മെറ്റീരിയൽ പ്ലെയിൻ, അല്ലെ, ആ ഊർജ പിണ്ഡത്തോടും എനർജി പ്ലെയിൻ, ഇത് രണ്ടും പ്രപഞ്ചത്തിലും ഉണ്ട്, സമാന്തരമായിട്ട് നമ്മുടെ ശരീരത്തിലും ഉണ്ട്. ഈ പ്രാണമയ കോശത്തിന്റെ നിയന്താവായിട്ട് മനുഷ്യരിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? അവന്റെ മാനസിക കോശമാണ്. പഞ്ചകോശങ്ങളാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യം സ്ഥൂല ശരീരം, പിന്നെ പ്രാണമയ കോശം, അത് കഴിഞ്ഞിപ്പോ എന്താ വന്നത്? മാനസിക തലം, അല്ലെ? ആ ഒരു മനസ്സിന്റെ തലം, ഇതാണ് മനോമയ കോശം. ഈ മനോമയ കോശത്തിന്റെ മധ്യഭാഗത്ത് ഇതിനെ ചൂഴ്ന്നു നിൽക്കുന്ന, വിരാജിക്കുന്ന ഒരു അഹം ബോധമുണ്ട്. അഹം, അല്ലെ? അതിനെ കോൺഷ്യസ്നസ് പ്ലെയിൻ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് അഹം മണ്ഡലം, അഹം ബോധം. ഇതാണ് ശരിക്കും പറഞ്ഞാല് ഭാരതീയര് പറയുന്ന വിജ്ഞാനമയ കോശം. ഇതിനപ്പുറത്ത് സൃഷ്ടി പ്രക്രിയയുടെ ആ ഒരു പൂർവാംഗമായിരിക്കുന്ന എന്താ പറയുക ശൂന്യമായിരിക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ആനന്ദമയ കോശം. പഞ്ചകോശാന്തര സ്ഥിത ദേവിയെ നമ്മൾ വിളിക്കുന്ന എന്താ? 5 കോശങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നവൾ. അപ്പൊ ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആനന്ദം മാത്രം. അതിനെയാണ് മഹാശൂന്യം എന്ന് പറയുന്നത്. അവിടെ ഒന്നുമില്ല, ആനന്ദം മാത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ പറയുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ പ്രപഞ്ചത്തിന്റെ അവസ്ഥാവിശേഷങ്ങളെ പൂർണ്ണമായിട്ടും പ്രതിഫലിപ്പിക്കുന്ന ഒരു മിനി പ്രപഞ്ചമാണ് നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസം. ഈ പിണ്ടാണ്ടം എന്ന മനുഷ്യ ശരീരത്തെ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു കൊച്ചു പതിപ്പായിട്ട് നമ്മൾ കാണണം. എങ്കിൽ എന്താ പറയണേ? ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. പ്രപഞ്ചത്തിൽ ഈ കോശങ്ങൾ ഓരോന്നും അതിന് മുമ്പിലുള്ള കോശങ്ങളുടെ അകത്തും പുറത്തുമായിട്ട് വിരാജിക്കുന്നുണ്ട്. ഇപ്പൊ മനുഷ്യ ശരീരത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. അകത്തേക്ക് അഥവാ പുറത്തേക്ക് എന്ന് പറയുന്നത് എന്താ? ഉപരി, അതായത് ഒരു ത്രിമാന കൽപ്പന, 3 ഡയമെൻഷനൽ ആ കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ ശ്രീചക്രത്തിലോട്ടാ വരുന്നത്. ഈ 3 ഡയമെൻഷനൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇതിനകത്ത് ശ്രീചക്രത്തിൽ 4 ശിവചക്രങ്ങള്, അല്ലെ, 5 ശക്തി ത്രികോണങ്ങള്, അതിങ്ങനെ ഓതപ്രോതമായിട്ട് പരസ്പരം ബന്ധിച്ചു നിർത്തുന്നത്. എന്താ പറയുക, ഒരു ലോക്ക് ഇട്ട പോലെ ഇരിക്കുകയാണത്, അതിനെ മാറ്റാൻ പറ്റില്ല. ഈ 3 ഡയമെൻഷനൽ കൺസെപ്റ്റ് എന്ന് അത് കൊണ്ടുവരാമെങ്കിൽ, അത് നമുക്ക് മനസ്സിലായാല് ഈ മനുഷ്യ ശരീരം, അതിന്റെ ശരീരത്തിന്റെ അടിത്തറ, അതായത് മൂലാധാരം മുതൽ ഹൃദയം വരെ, പിന്നെ ഹൃദയം മുതൽ ഭ്രൂമധ്യം വരെ, അതിന് ഉപരിയായിട്ട് നമുക്ക് ആ ഒരു ചന്ദ്രമണ്ഡലം, ഇങ്ങനെ 3 മണ്ഡലങ്ങൾ നമ്മൾ സങ്കല്പിക്കണമല്ല, യാഥാർത്ഥ്യമാണ്, അതുണ്ട്. അഗ്നി സൂര്യ സോമ മണ്ഡലങ്ങൾ, അത് ഉരുത്തിരിഞ്ഞ മനുഷ്യ ശരീര കൽപ്പന, ഇതിനെയാണ് നമ്മൾ ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ അഗ്നിമണ്ഡലത്തിന്റെ താഴത്തെ തലത്തിൽ എന്താണ് ഘനീഭൂതമായിരിക്കുന്നത്?
ഘനീഭൂതമായിരിക്കുന്ന അവസ്ഥ, പൃഥ്വി തത്വം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പാർത്ഥിവലിംഗം മണ്ണ് കൊണ്ടുണ്ടാക്കിയത്. ഇതിന് 5 തത്വങ്ങൾ ചേർന്നാണ്. ഉപരിതലത്തിലോ രസതന്ത്രാണുക്കള്, അതായത് ആ രസതന്ത്രത്തിന്റെ, നമ്മുടെ സഹസ്രാര പത്മം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന എന്താ പറയാ എനർജി ഫോം ആണ്. അപ്പൊ ഈ അഗ്നിമണ്ഡലത്തിന്റെ ആഗ്നേയ ശക്തി സൃഷ്ടാവായ ആ ഒരു സൃഷ്ടമായ മനുഷ്യ ശരീരത്തിന്റെ അടിത്തട്ടില് മൂലാധാരത്തില് ഘനീഭൂത അവസ്ഥയില് ഉറങ്ങിക്കിടക്കുന്നു എന്ന് നമുക്ക് പറയാം. ശരീരത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവശേഷിച്ച ഉച്ഛിഷ്ടമായിരിക്കുന്ന ഈ ശക്തിയാണ് നമ്മൾ കുണ്ടലിനി എന്ന മനുഷ്യ ശരീരത്തിൽ പറയുന്നത്. നമ്മൾ ത്രിപുര സുന്ദരി എന്ന് പ്രപഞ്ച ശരീരമായിട്ട് പറയണു. അതിനെ പുറത്ത് കാണുമ്പോൾ ഈ ശക്തിയുടെ ഉത്ഥാപനത്തോടുകൂടി മനുഷ്യൻ എന്ന പ്രതിഭാസം ഈശ്വര തത്വത്തെ പ്രാപിക്കാൻ തുടങ്ങുന്നു, ഈശ്വരനെ അറിയാൻ തുടങ്ങുന്നു. ഞാൻ ആരാണ്? ഹൂ ആം ഐ? ഞാനും ഈശ്വരനും വേറെയാണോ? ഞാനും ഈശ്വരനും ഒന്നാണോ? ഞാൻ മരണശേഷം എവിടെ പോകുന്നു? എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ഇത് നമ്മൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരുന്നത്? ഒരു മാനസിക തലത്തിനപ്പുറം, അതായത് ആ ഒരു ശിരസിന്റെ ഉപരിതലത്തില് ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനുമായിട്ട്, പരമാത്മാവുമായിട്ട് ഈ ശക്തിയുടെ ഐക്യമാണ് ഏകമായിരിക്കുന്ന ഈ ബിന്ദു. ഈ ബിന്ദുവാണ് പിളർന്ന് രണ്ടായതല്ലേ. ഇത് രണ്ടായതോടുകൂടി പിണ്ടാണ്ടമായിരിക്കുന്ന മനുഷ്യ ശരീരം അതിന്റെ വ്യത്യസ്ത കോശങ്ങളോടുകൂടി സൃഷ്ടിയായി. ഇത് സൃഷ്ടി പ്രക്രിയ. അപ്പൊ ഇതിന് വിപരീതമായിരിക്കുന്ന ഒരെണ്ണാണ് സംഹാരം എന്ന് പറയുന്നത്. ആദി ബിന്ദുവായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് ഊർന്നു വീണ ഈ ശക്തി കണം വീണ്ടും ആ ബിന്ദുവിൽ കൂടെ തന്നെ ബിന്ദുവിലേക്ക് ചെന്ന് തിരിച്ച് ലയനം സംഭവിക്കുന്നു. അപ്പൊ കുണ്ടലിനിയായിട്ട്, കുണ്ടലിതമായിട്ട്, കുണ്ടലം പോലെ 3 ചുറ്റോടുകൂടി ഉറങ്ങിക്കിടന്നത് കൊണ്ട് അതിന്റെ സർപ്പത്തിന്റെ പ്രതീകം അതാണ് ഇവിടെ ഉളവായത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഈ കുണ്ടലിനി ശക്തിയാണ് നമ്മള് ആദിശേഷൻ, ഭഗവാൻ ആദിശേഷൻ അല്ലെ. നമ്മൾ ആ കോസ്മിക് ഓഷ്യനില് പാലാഴിയില് ആദിശേഷന്റെ പുറത്ത് പള്ളി കൊള്ളുന്നു എന്നൊക്കെ പറയുന്നത് എന്താ? ആദിശേഷന്റെ പ്രതീകമാണിത്. ഈ കുണ്ടലിനി പ്രപഞ്ച കുണ്ടലിനിയാണ് പറയുന്നത്. അപ്പോ ഈ അപ്പൊ ഇതിന് സംഹാര പ്രക്രിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടുന്ന് വന്ന ഈ ശക്തിഗണം ആ ബിന്ദുവിൽ തന്നെ ലയിക്കുന്നു. അപ്പൊ ഈ ആ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് സർപ്പ രൂപത്തില് ചെറിയ ഒരു ത്രികോണത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ഈ ആദിശേഷൻ എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയാണ് അല്ലെ. അപ്പോ ആ പ്രതീകാത്മകമാണത്. ഈ സംഹാര പ്രക്രിയയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ശ്രീചക്രത്തില് നമ്മള് എന്താ പറയാ, സൃഷ്ടി പ്രക്രിയയുണ്ട്, സംഹാര പ്രക്രിയ. 2 രീതിയിലും ശ്രീചക്രത്തിൽ നമ്മൾ പൂജ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോ എന്താണ്, ആ ഒരു പ്രകൃതിയിലൂടെ സൃഷ്ടിയിലൂടെ നമ്മൾ അവിടെ എന്താ പറയാ പൂർണ്ണമായിരിക്കുന്ന ഈശ്വര തത്വങ്ങള് ആ പ്രക്രിയയിലൂടെ 36 തത്വങ്ങളിലൂടെ പരിണമിച്ച് മനുഷ്യനായിട്ട് തീർന്നു. മോക്ഷം എന്ന് പറയുന്നത് എന്താ? ആ പ്രക്രിയ തിരിച്ച് മനുഷ്യൻ ഈശ്വരനാകുന്ന പ്രക്രിയ. ഈ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്ന ശക്തി, ആ ശക്തിയെ മനുഷ്യ ശരീരത്തില് എന്താ പറയാ ഉണർത്തുക അല്ലെ. അതിനെ നമ്മൾ ആധ്യാത്മിക മാർഗത്തിന്റെ ആ ഒരു മർമ്മ ഭാഗമാണ്. കാരണം ഈ ശക്തിയാണ് നമുക്ക് സത്യത്തെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഈ പ്രക്രിയയെ ശരിക്കും പറഞ്ഞാൽ സാധനാ മാർഗം അല്ലെങ്കിൽ യോഗമാർഗം എന്നൊക്കെ പറയുന്നു. ഈ യോഗമാർഗത്തിന്റെ സരളമായിരിക്കുന്ന ഒരു പ്രതീകാത്മക പ്രക്രിയയാണ് ശ്രീചക്ര ഉപാസന. ശ്രീചക്രത്തില് ദേവിയെ കണ്ട് ഉപാസിക്കുമ്പോൾ ഇതൊക്കെ വാക്കുകളൊക്കെ നല്ലതാണെങ്കിലും ഇതിന്റെ അടിയിൽ വളരെ വളരെ ഗഹനമായിരിക്കുന്ന സൂക്ഷ്മ തത്വങ്ങൾ ഉൾപ്പെട്ടതാണ്. ശ്രീവിദ്യ മന്ത്ര തത്വം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഈ മാർഗത്തിൽ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് മനുഷ്യദേഹത്തിന്റെ, അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ ആ ഒരു പ്രതീകത്വം വഹിക്കുന്ന ശ്രീചക്രം അല്ലെ. മറ്റൊന്ന് അതിന്റെ അടിത്തറയിൽ നിന്ന് ഏറ്റവും ഉപരി ബിന്ദുവോളം ഉയർന്ന് നിൽക്കുന്നതും അവസാനമായിട്ട് ആ പരബിന്ദുവിനോട് സാമരസ്യം അഥവാ ഐക്യം സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ശക്തിവിശേഷം. ഈ ശക്തിവിശേഷത്തെ 15 അക്ഷര സ്പന്ദനങ്ങളിലൂടെ സമാഹാരമായിട്ട് നമ്മൾ അതിനെ ശ്രീവിദ്യ എന്ന പേരില് ആ ഒരു ഉത്തമ മന്ത്രമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. കാരണം 3 മണ്ഡലങ്ങളെയും പൂർണ്ണമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ശക്തി, ആ ഊർജ പ്രവാഹം, അതുകൊണ്ടാണ് അതിന് ശ്രീവിദ്യ എന്ന പേര് വന്നത്. ഏതൊരു മന്ത്രത്തിന്റെയും അതിന്റെ സ്പന്ദന സമാഹാരത്തിന്, അതായത് അതിന്റെ ശക്തി ചിത്രം അല്ലെ, ആ എനർജി ഡയഗ്രം, ആ ഒരു യന്ത്രവിശേഷം, അത് എങ്ങനെയാണ് ഈ ശക്തിയെ കാണിക്കുന്നത്? ആ ശക്തിയെ നമ്മൾ വരച്ചു നോക്കുകയാണെങ്കിൽ അത് ശ്രീവിദ്യയുടെ യന്ത്രമാണ് ശ്രീചക്രം. കാരണം നമ്മൾ ശ്രീവിദ്യ മന്ത്രം കുറെ പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊരു എന്താ പറയാ
ഒരു ട്രാൻസ്പെയറന്റ് പേപ്പറിനകത്ത് കുറെ എന്താ പറയുക ലൈറ്റ് പാർട്ടിക്കിൾസ് ഇട്ടിട്ട് ഈ മന്ത്രജപം 1000 10,000 ഒക്കെ ജപിക്കുമ്പോൾ ഇത് പതുക്കെ പതുക്കെ ഇതെല്ലാം കൂടെ ഈ മോളിക്യൂൾസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ 3 ഡയമെൻഷണൽ മേരുവായിട്ട് തീരും. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഗുരുജി ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ മന്ത്രത്തിന്റെ സ്പന്ദനം കൊണ്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ശ്രീചക്രമാണ്, ശ്രീയന്ത്രമാണ്. അപ്പൊ വേദഗായത്രിയും ഈ ശ്രീവിദ്യയും ഒരേ സംഗതിയാണ് അല്ലെ? പക്ഷെ ഓങ്കാരത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഭൂർഭുവസുവ എന്ന വ്യാകൃതികളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ ഗായത്രി ശക്തിയെ തന്നെയാണ് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന്റെ സാധനാ മന്ത്രമായിട്ട് വേദങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത്. വേദങ്ങളിലെ ഏറ്റവും ഉയർന്ന മന്ത്രം ഗായത്രിയാണ് അല്ലെ? ആ മന്ത്രത്തിന്റെ ശക്തി സ്പന്ദനങ്ങള് സവിതാവിന്റെ, അതായത് സൂര്യന്റെ വരേണ്യമായിട്ടിരിക്കുന്ന വർഗത്തെ, നമ്മുടെ ബോധമണ്ഡലത്തെ ഉണർത്തട്ടെ, പ്രചോദിപ്പിക്കട്ടെ, അതിന്റെ ശക്തിയായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് പറയണു. എന്നാൽ ഇവിടെ ശ്രീവിദ്യയിലോ 4ാമത്തെ തലം തുരീയം എന്ന് പറയുന്ന അനുഭവവേദ്യമാകുന്ന, അതായത് ശ്രീവിദ്യയിൽ എന്താ സംഭവിക്കുന്നത്? ഈ 3 ഖണ്ഡങ്ങളെ, അതായത് അഗ്നി സൂര്യ സോമമണ്ഡലങ്ങളെ യഥാക്രമം വാഗ്ഭവകൂടം 5 അക്ഷരം ഇല്ലെ, കാമരാജകൂടം 6 അക്ഷരം, ശക്തികൂടം 4 അക്ഷരം, ഈ കൂടങ്ങളായിട്ടാണ് നമ്മൾ പരിഗണിച്ചു വരുന്നത്. അപ്പൊ ശക്തികൂടത്തിന്റെ അവസാനം സൃഷ്ടിക്കപ്പെടുന്ന മുഴക്കം അല്ലെ, അത് നാദമായിട്ട് പരിണമിച്ച് നിശബ്ദതയാകുന്ന ബിന്ദുവില് ആ ലയിക്കുന്ന ഭാഗം, അവിടെയാണ് ശ്രീവിദ്യയുടെ മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗം. ഈ ഭാഗം ഗായത്രിയിൽ ഇല്ല. അതുകൊണ്ടാണ് ഗായത്രിയെക്കാളും ഉയർന്നതാണ് ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയാൻ കാരണം. അതായത് ഗായത്രിയിൽ 3 പദങ്ങൾ മാത്രമേ ഉള്ളൂ, പാദങ്ങള്. ഗായത്രിയുടെ ചതുർത്ഥ പാദം എന്ന് പറയുന്നത് വേദങ്ങളില്, അതായത് മറ്റെങ്ങോ മറഞ്ഞു കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. എന്താണത്? പരോ രജസേ സാവധവും. ഇതാണ് ആർഷമതം. ശ്രീവിദ്യയിൽ ഈ 4 പാദങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഇതിൽ പ്രഥമ വാഗ്ഭവകൂടത്തെ മൂലാധാരം മുതൽ ഹൃദയം വരെ അരുണവർണ്ണമായിട്ട്, 2ാമത്തെ കാമരാജകൂടത്തെ ഹൃദയം മുതൽ ഭ്രൂമധ്യം വരെ ഉരുകി ഒലിക്കുന്ന സ്വർണ്ണ നിറമായിട്ട്, 3ാമത്തെ ശക്തികൂടത്തെ ചന്ദ്രധവളമായിട്ടുള്ള ലലാട മണ്ഡലമായിട്ട്, ലലാട മധ്യം വരെയുള്ള അവിടുന്ന് അങ്ങോട്ട് ഭ്രൂമധ്യം വരെ ഈ നാദത്തിന്റെ 9 അവസ്ഥകൾ നമ്മൾ ധ്യാനിക്കണമെന്ന് ശ്രീവിദ്യാ മന്ത്രസാധനയുടെ ഉത്തമ ഗ്രന്ഥമായിരിക്കുന്ന പരിവസ്യ രഹസ്യത്തില് ഭാസ്കരരായർ പറയുന്നുണ്ട് അല്ലെ? അപ്പോ മന്ത്രശാസ്ത്രത്തിൽ ഈ മന്ത്രത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഈ മന്ത്ര സാധനയുടെ ആവശ്യ ഘടകങ്ങള് ആ ശ്രീചക്രം എന്ന താന്ത്രിക യന്ത്രത്തിന്റെ രാജാവാണ്. ഇത് നമ്മൾ അറിയണമെങ്കിൽ ശ്രീചക്രത്തെ അറിഞ്ഞെങ്കിൽ ഇത് എന്താണ് നമ്മുടെ ശരീരവുമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവ്യക്തവും അതീതവുമായിരിക്കുന്ന പ്രപഞ്ച കേന്ദ്രത്തെ നമ്മളെ ബ്രഹ്മമെന്ന് കണ്ടു. ആ ബ്രഹ്മത്തെ താന്ത്രിക ഭാഷയിൽ ഒരു ബിന്ദുവായിട്ട് നമുക്ക് പറയാം. ആ ബിന്ദു 2ആയിട്ട് പിളരുന്നു. ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിൽ അല്ലെ, തുഞ്ചത്താചാരി പറഞ്ഞ പോലെ ഈ പ്രക്രിയ തന്നെയാണ്. അപ്പൊ അങ്ങനെ പിളരുന്നതിന് തൊട്ടു മുമ്പ് ആ പിളർച്ചയിൽ അവസാനിക്കുന്ന ഒരു സ്പന്ദന വിശേഷം ആ നിശ്ചലമായിരിക്കുന്ന ബ്രഹ്മബിന്ദുവിൽ ഉണ്ടാകുന്നു. അപ്പൊ നിശ്ചലമായിരിക്കുന്ന ഈ ബ്രഹ്മബിന്ദുവിനെയാണ് നമ്മൾ പരബ്രഹ്മം, ഋഷീശ്വരന്മാർ അങ്ങനെയാ പറയുന്നത്. അപ്പൊ അതിന്റെ സ്പന്ദന വ്യവസ്ഥയാണിത്. എന്താ പറയാ, ശബ്ദബ്രഹ്മമായിട്ട് വ്യവഹരിക്കുകയാണത്. 2ആയിട്ട് പിളരുന്ന ശബ്ദം അല്ലെ, ആ ശബ്ദം എന്നത് ഭാരതീയ ഭാഷയിൽ നമ്മൾ പറയുന്നതാണ് സ്പന്ദനം അല്ലെ. എല്ലാ ശബ്ദങ്ങളും സ്പന്ദനങ്ങളാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന 51 അക്ഷരങ്ങൾ സ്പന്ദനങ്ങളാണ് അല്ലെ. താന്ത്രിക ഭാഷയില് ശിവനിൽ ലയിക്കുന്ന ശക്തി, അതായത് അഭിന്നമായിരിക്കുന്ന ശക്തി, അതാണ് പ്രാവർത്തികമാകുന്നത്. ഇതാണ് ശിവശക്തി സാമരസ്യത്തിന്റെ ബിന്ദുവായിട്ട് രണ്ടുപേരും ചേർന്നിരിക്കുന്ന ശിവശക്തി സാമരസ്യ ബിന്ദു. പിന്നീട് രണ്ടും തമ്മിൽ എന്താണ്? വേർപെടുന്നു അല്ലെ, സൃഷ്ടി പ്രക്രിയ ഉണ്ടാവുന്നു. അതിന്റെ അവസാനത്തെ ആ ഘനീഭൂത അവസ്ഥയിൽ ഈ ശക്തിയുടെ ചലനം അവസാനിക്കുന്നു. അത് പക്ഷേ സൃഷ്ടിയോടുകൂടി ശക്തി ഇല്ലാതായി തീരുന്നില്ല. എന്താണ് ചെയ്യുന്നത്? അനന്തമായ സൃഷ്ടി കഴിഞ്ഞിട്ട് അനന്തമായി ഈ ശക്തി അവശേഷിക്കുന്നു. എവിടെ? നമ്മുടെ മൂലാധാര പത്മത്തില് ദേവി അങ്ങനെ വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവശിഷ്യത എന്ന് പറയുന്നത്. ഈ ഉപനിഷത്ത് വാക്യത്തിന്റെ പൊരുൾ അതാണ്. ഇത് ശിവനിൽ നിന്ന് ഭിന്നമായി തീർന്ന ഈ ശക്തി പ്രപഞ്ചത്തില് ത്രിപുരസുന്ദരിയായിട്ടും മനുഷ്യനില് കുണ്ടലിനിയായിട്ടും സ്ഥൂലപ്രപഞ്ചത്തിലും മൂലാധാരത്തിലും സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. ഈ പ്രക്രിയ ഇതാണ് നാദം. ഇവിടെയാണ് നാദത്തിന്റെ ആ ഒരു നാദരൂപിണി എന്ന് നമ്മൾ ദേവിയെ പറയുന്നത്. ഇത് ഉയരാൻ കാരണമുള്ള ശക്തിവിശേഷമാരാ? ഈ നാദത്തിലൂടെയാണ് അല്ലെ. നാദത്തിന്റെ 9 തലങ്ങള്, ബിന്ദു മുതൽ മുകളിലോട്ട് സഹസ്രാരം വരെയുള്ള 9 തലങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നാദം, നാദാന്തം, അങ്ങനെ നമ്മൾ 9 തലങ്ങൾ, അത് നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ ശ്രീചക്രത്തിന്റെ പ്രാദുർഭാവം എന്താണ്? ആദ്യമായിട്ട് നമുക്ക് ആ ബ്രഹ്മാവസ്ഥയെ പ്രതിനിധാനം ചെയ്യാൻ എന്താ?
നമ്മളൊരു ബിന്ദുവിനെ സങ്കല്പിക്കണം. കാരണം ആ ബിന്ദുവിനെ തന്നെ അന്തർഭൂതമായിരിക്കുന്ന ഒരു ശക്തി അതിനെ പിളർക്കുന്നു. ഈ ശക്തി എവിടെയാ ഉണ്ടായിരുന്നത്? അതിന്റെ ഉള്ളില്, അല്ലെ? അപ്പോ ആ ഒന്നായ നിന്നേഹ, അപ്പൊ അതാണ് കാണിക്കുന്നത്, ഒന്നായിരുന്നു. അപ്പൊ ഇതൊരു ധ്രുവീകരണത്തിനകത്ത്, അതായത് പ്രപഞ്ച അവസ്ഥയാണ് ഈ പറയുന്നത്. ഈ ധ്രുവീകരണം അവസാനിച്ചത് എവിടെയാ? ആ ഒരു പ്രപഞ്ചം, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ആ ശുദ്ധമായിരിക്കുന്ന ബ്രഹ്മാവസ്ഥ മാത്രമേ ഉള്ളൂ. ഈ ബിന്ദു അതുകൊണ്ട് സൃഷ്ടിയോന്മുഖം ആണ്. പിന്നെന്താ? സംഹാരാവശിഷ്ടമാണ്. രണ്ടും ഈ ബിന്ദു തന്നെയാ. വരുന്നതും തിരിച്ചു ലയിക്കുന്നതും ബിന്ദുവിലാണ്. ആ സത്തയാണ് നമ്മൾ ബിന്ദു. താന്ത്രിക ഭാഷയിൽ നമ്മൾ ഇതിനെ ശിവശക്തി സ്വരൂപം എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന മഹാബിന്ദു, അതിനെയാണ് നമ്മൾ ബ്രഹ്മം ആണെങ്കിലും അതിനെ എന്താ പറയാ, ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ബ്രഹ്മത്തിന് ശരിക്കും ചലനശേഷി ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന്, ചലിക്കാത്ത നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയുടെ പ്രേരണ കൊണ്ട് ചലിച്ചു. അതിനെയാണ് നമ്മൾ ശബ്ദ ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെ? ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതം നജേദേവൻ ദേവോ ന കലു കുശല സ്പന്ദിതമപി എന്ന് ശങ്കരാചാര്യ സ്വാമികൾ എന്താ സൗന്ദര്യലഹരിയിൽ പറയാൻ കാരണം, ഈ ശക്തിയാംശം ആ ശിവഭാവത്തിൽ നിന്ന്, ശിവാംശത്തിൽ തന്നെ ആ ധ്രുവീകരിച്ചുകൊണ്ട്, അതായത് അതിൽ നിന്ന് മാറിക്കൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജി ആയിട്ട് അത് തീരുന്നു. ഏക ബിന്ദു എങ്ങനെയായിട്ട് തീർന്നു? രണ്ട് ബിന്ദുവായിട്ട് തീർന്നു, അല്ലെ? ബിന്ദു ദ്വയങ്ങളാണ്. അപ്പോ ഈ രണ്ട് ബിന്ദു വന്നപ്പോ എന്തായി? ത്രികോണം വന്നു, അല്ലെ? രണ്ട് ബിന്ദുക്കളെ കൂട്ടിച്ചേർത്താൽ എന്താ വരുന്നത്? മുകളിൽ ഒരു ബിന്ദു, താഴെ രണ്ട് ബിന്ദുക്കളായിട്ട് പരിണമിച്ചപ്പോ എന്തായി? മൂന്ന് ബിന്ദുക്കളെ കൂട്ടിച്ചേർത്താൽ എന്ത് കിട്ടി? നമുക്കൊരു ത്രികോണം കിട്ടി, അല്ലെ? ഈ ത്രികോണത്തിന് രണ്ട് അവസ്ഥയുണ്ട്. മുകളിലത്തെ ബിന്ദു ആദ്യം നമ്മൾ കാണണം, താഴെ രണ്ട് ബിന്ദുക്കൾ. ഇതിന് മൂന്ന് ലൈൻ കൂട്ടിച്ചേർത്തപ്പോ നമുക്കൊരു ഊർധ്വ ത്രികോണം കിട്ടി. ഇതിന് താഴെയുള്ള രേഖയിൽ നിന്ന് ഊർധ്വ ബിന്ദുവിലേക്ക് നോക്കുന്ന രീതിയിൽ വീക്ഷിക്കുകയാണെങ്കിലോ അത് ഊർധ്വമുഖമായിട്ടുള്ള ഒരു ത്രികോണമായിട്ട് തീരും. ഈ പ്രക്രിയ, കാരണം ഈ ഒന്നാക്കുന്ന പ്രക്രിയയാണ്, അല്ലേ ഇത്? കാരണം ഇത് സംഹാരാത്മകവുമാണ് സൃഷ്ടിയാത്മകവുമാണ്. ഈ ഊർധ്വമുഖ ത്രികോണത്തെയാണ് നമ്മൾ ശിവമുഖ ത്രികോണം എന്ന് പറയുന്നത്, ശിവ ത്രികോണം. താഴേക്ക് നോക്കുമ്പോഴോ അതിന് ശക്തി ത്രികോണം, പ്രകൃതിയിലേക്ക് പോകുന്ന ത്രികോണം, അല്ലെ? അപ്പൊ ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും കാണാൻ പറ്റും, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും. ഇനിയിപ്പോ ഈ ബിന്ദുവിനെ താഴെയാക്കി രേഖകളെ മുകളിലാക്കി ഒരു ത്രികോണം വരച്ചു നോക്കിയാലോ? ഇവിടെ നമ്മൾ പഴയ സ്ഥാനത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുമ്പോൾ ആദ്യത്തെ ബിന്ദു രണ്ടായിട്ട് പിളരുന്നതായിട്ട് നമുക്ക് കാണാം. ആ ബിന്ദു ദ്വയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ട ഈ അനുഭവത്തെ, അതേ പ്രക്രിയ തന്നെയാണ് ശക്തി ത്രികോണം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ത്രികോണത്തില് മറിച്ചൊരു അനുഭവം ഇവിടെ ഉണ്ടായിട്ട് തീരുന്നു. അപ്പൊ അത് ബിന്ദു ഒന്നായിട്ടാണ്, ഒന്നാകുന്നതായിട്ടാണ് അനുഭവം. അപ്പൊ ബിന്ദുവിന്റെ പരിണാമ ഫലമായിട്ട് ഉണ്ടാകുന്ന ത്രികോണമാണ്. അപ്പൊ നമ്മളെ വീക്ഷണകോണം, നമ്മൾ നോക്കുന്ന രണ്ട് സ്ഥലത്ത് നിന്ന് നോക്കിയാൽ രണ്ടായിട്ട് തോന്നുന്നു, അല്ലെ? ഒന്ന് ശിവത്രികോണമായിട്ട് തീരുന്നു, ഒന്ന് ശക്തി ത്രികോണമായിട്ട് തീരുന്നു. അപ്പൊ ശിവത്രികോണം സംഹാരാത്മകമാണെങ്കിൽ ശക്തി ത്രികോണം സൃഷ്ടിയുന്മുഖമാണ്, സൃഷ്ടിക്ക് കാരണമാകുന്നു. ഈ ശിവശക്തി ത്രികോണങ്ങളുടെ ആ ഒരു മേളനത്തിൽ നിന്നാണ് ശ്രീചക്രത്തിന്റെ പ്രാദുർഭാവം, അല്ലെ? നമ്മളിപ്പോ ഇത്രയും എന്താ പറയാ, ദേവിയുടെ 16 ദേവിയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണിത്. കാരണം ഈ ശ്രീചക്രം, ഇതിനകത്തെല്ലാം അമ്മ ശ്രീചക്രം മധ്യസ്ഥിത എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ എന്താ പറയാ, ദേവിയെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിൽ അമ്മയെ ചുമ്മാ വന്ന് വിളിച്ചിരുത്താൻ പറ്റില്ല, അല്ലെ? ഇത്രയും നമ്മളിത് കേൾക്കുമ്പോൾ തോന്നും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ എന്നല്ല. മനസ്സിലായി കഴിഞ്ഞാൽ ദേവി തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാവിന്റെ തുമ്പില് നമുക്കിത് പറയാൻ പറ്റും. മറ്റേ അത് പറയാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇതിനെ അത്രയും ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. മനസ്സിലാക്കി നമ്മുടെ ശരീരവും ശ്രീചക്രവും ഒന്നാണ് എന്നുള്ള ഒരു എന്താ പറയാ, ആ ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരണം. ശ്രീചക്രത്തിന്റെ ഉപാസന, ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത് എന്താ? ഇത് മനസ്സിലാക്കലാണ്. ഇത് മനസ്സിലാക്കിയാൽ പ്രപഞ്ചവുമില്ല, നമ്മുടെ ശരീരവും ഇല്ല. പിന്നെ എന്താ? ആ ഊർജ തത്വം മാത്രം, അല്ലെ? ശിവന്റെ ഉള്ളിലിരിക്കുന്ന ശക്തി തത്വം മാത്രം, ഏകം സത്. അതാണ് സത്ത്. ഓം തത് സത് എന്ന് പറയുന്ന സത്യവസ്തു, എക്സിസ്റ്റൻസ് അവിടെയാണ് നമുക്ക് പോവേണ്ടത്. നമ്മൾ പരിണമിച്ച് വന്നതാണ്, അല്ലെ? അപ്പൊ ശിവശക്തി ചക്രങ്ങളുടെ സമ്മേളിത രൂപമാണ് നമ്മുടെ ഈ ശ്രീചക്രവും ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും. അപ്പൊ അങ്ങനെ ആ ഒരു ബിന്ദു ത്രികോണ വസുകോണ ദശാരയുഗ്മം അന്വേഷണം നാഗദള സംയുത ഷോഡശാരം വൃത്തത്രയം ച ധരണി സദനത്രയം ച ശ്രീചക്രമേകമുദിതം പരദേവതായ. അമ്മ തന്നെ പരിണമിച്ചുണ്ടായ, അമ്മ ശിവനിലൂടെ പരിണമിച്ചുണ്ടായ ഈ ശ്രീചക്രത്തെ,
ഈ മനോഹരമായിരിക്കുന്ന ഐശ്വര്യപൂർണമായിരിക്കുന്ന ഈ ശ്രീചക്രത്തെ, പ്രപഞ്ചവും നമ്മുടെ ശരീരവും ശ്രീചക്രം തന്നെ. ആരാണോ ഈ കാണുന്നതെല്ലാം പ്രപഞ്ചമായിട്ട് കാണാതെ ശ്രീചക്ര സ്വരൂപമായിട്ട് കാണുന്നത്, അവന് എന്താ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകുന്നു. എവിടത്തെ വൃത്തിക്ഷയങ്ങൾ ശരീരത്തിലല്ല ഉണ്ടാകും, ശരീരത്തിനുണ്ടാകും. പിന്നെ എവിടെയാ? നമ്മുടെ മനസ്സിന് പരിണാമങ്ങൾ ഉണ്ടായി നമ്മൾ ഊർധ്വമായിരിക്കുന്ന ആ തലത്തിലേക്ക്, ആ ബ്രഹ്മവസ്തുവിലേക്ക് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് കൊണ്ടുപോയി എത്തിക്കും. ആരെത്തിക്കും? ഈ പരിണാമ പ്രക്രിയ ആരാ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ത്രിപുര സുന്ദരി അമ്മയെ അറിയാൻ തുടങ്ങുന്നതോടുകൂടി അമ്മ ഇവിടെ നമ്മുടെ ഉള്ളില് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെ? നമ്മളെ കൂട്ടിക്കൊണ്ടു പോണം. അവൻ എന്താ കുറച്ചൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങി, എന്നെ അറിയാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ? ഇത് ത്വരിതമാക്കുന്നത്, ഇത് വേഗതയിലാക്കുന്നത് അമ്മയാണ്. അതിനാണ് ദേവിയുടെ അനുഗ്രഹം, ഗുരുവിന്റെ അനുഗ്രഹം, ഗുരു കടാക്ഷം എന്ന് പറയുന്നത്. അമ്മ ഗുരുരൂപിണിയായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്താ? നമുക്ക് ഈ സത്യത്തെ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാബോധം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒന്നുമല്ല, എന്റെ കളിത്തട്ടാണ്, നിങ്ങൾക്ക് കളിക്കാൻ എന്റെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്ന വെറും ഒരു സ്ഥലമാണ്, ഇതിൽ നിങ്ങൾ ഭ്രമിച്ചു പോവരുത്, ഇതാണ് ഇതിന്റെ സത്യം എന്ന് മനസ്സിലാക്കി ഈ ശ്രീചക്രത്തിന്റെ രൂപകൽപ്പനയിലൂടെ നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിച്ച് നമ്മുടെ ആ പൃഥ്വി തത്വത്തിൽ നിന്ന് നമ്മളെ ഉയർത്തി ആ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ആ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോയി ആ മൂലവസ്തുവില്, അത് ബിന്ദുവാണ്, ശിവശക്തി സാമരസ്യമാണെന്ന് കണ്ട് അതിലേക്ക് ജീവനെ ലയിപ്പിക്കുന്ന ആ സംഹാര തത്വം, അത് സംഹാരമല്ല, ട്രാൻസ്ഫോർമേഷനുമല്ല, എന്താ? പൂർണ്ണമായിരിക്കുന്ന ലയനമാണ്. വീണ്ടും വീണ്ടും വരുമ്പോഴാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്, അല്ലെ? ലയനം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. ജനിമൃതികളിലൂടെ ജീവന്റെ യാത്ര അവിടെ പൂർണ്ണമാവുകയാണ്. ഈ ശ്രീചക്രത്തെ പഠിക്കുമ്പോൾ, അമ്മയെ ഉപാസിക്കുമ്പോൾ, അമ്മയുടെ അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു തത്വമായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നാളെ വെള്ളിയാഴ്ചയായിട്ട് നമുക്ക് ശ്രീചക്രവും മനുഷ്യ ശരീരവും കൂടെ കണ്ട് എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് നാളെ നമുക്ക് നിർത്താം. ഇന്നിപ്പോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.